നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഭയാനകമായ ആക്രമണത്തിന്റെ 15 മാസങ്ങൾ പൂർത്തിയാകുമ്പോൾ ഗസ ഒരു വെടിനിർത്തലിലേക്ക് എത്തുകയാണോ? വെടിനിർത്തൽ കരാർ ഇരുഭാഗത്തിനും അംഗീകരിക്കാൻ കഴിയും വിധത്തിൽ രൂപീകൃതമായുവെന്നും അത് സാധ്യമാകുന്നെന്നും പറയുന്നു ഖത്തർ. ഇപ്പോഴും പക്ഷേ ഇസ്രയേലിന്റെ യുദ്ധ ക്യാബിനറ്റ് ആ വെടിനിർത്തൽ നയം അംഗീകരിച്ചിട്ടില്ല. നീട്ടിയെ വെക്കുകയാണ് അവർ അതിലെ വോട്ടെടുപ്പ്. പക്ഷേ ഇതുവരെയുള്ള മുഴുവൻ വിവരങ്ങളും പരിശോധിക്കുമ്പോൾ ഗസയിൽ ഒരു വെടിനിർത്തൽ ഉണ്ടായേക്കാം. അങ്ങനെയാണെങ്കിൽ ആ വെടിനിർത്തലിന്റെ തുടർച്ചയിൽ ഗസയിൽ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ്? 15 മാസത്തെ ആക്രമണത്തിന് ശേഷം, ഒരു വർഷത്തിലധികം നീണ്ടുനിന്ന ആക്രമണത്തിന് ശേഷം ഗസയിൽ ഇസ്രയേൽ നേടിയത് എന്താണ്? അവരുടെ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങൾ, രാഷ്ട്രീയവും സൈനികവുമായ ലക്ഷ്യങ്ങളെ നിറവേറ്റാൻ അവർക്ക് കഴിഞ്ഞോ? യുദ്ധം പൂർത്തിയാകലാണോ വെടിനിർത്തൽ? എന്നാൽ വെടിനിർത്തലിന് ശേഷം പ്രഖ്യാപിച്ചിരിക്കുന്ന ഗസയുടെ പുനർനിർമ്മാണം എത്ര വലിയ ടാസ്ക് ആയിരിക്കും? അത് പൂർത്തിയാക്കാൻ ആരൊക്കെ ഒരുമിച്ചുണ്ടാവും? ഗസയെ അതിനുശേഷം ഭരിക്കണമെന്നത് ആരായിരിക്കും നിർണ്ണയിക്കുക? അതിനുള്ള അവകാശം ആ ജനതയ്ക്ക് വീണ്ടും അനുവദിക്കപ്പെടുമോ? കുറേ അധികം ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഇത്. എന്നാൽ അത് ഗസയുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല. ഡേ ആഫ്റ്റർ, അതായത് അവസാനത്തെ ദിവസത്തിന് പിന്നീടുള്ള ദിവസം എന്തായിരിക്കും സംഭവിക്കുക എന്നതിനെക്കുറിച്ച് വലിയ ആധിയുള്ളവരാണ് ഇസ്രയേലിലെ ഭരണകൂടം. ഈ യുദ്ധം അവസാനിപ്പിച്ചാൽ, ഈ യുദ്ധത്തിന് ദീർഘമായ ഒരു വിരാമം വീണാൽ, പിന്നീട് ഇസ്രയേലിനകത്ത് വലിയ ആഭ്യന്തര ചോദ്യങ്ങൾക്കും ചർച്ചകൾക്കുമുള്ള വഴി തുറക്കുകയായി. ഈ ഭരണകൂടം നമ്മളെ സംരക്ഷിക്കുന്നതിൽ, യുദ്ധത്തിലെ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യുന്നതിൽ എന്തുമാത്രം വിജയിച്ചുവെന്ന ഉൾചോദ്യങ്ങൾക്ക് ഇസ്രയേൽ ഭരണകൂടം വിധേയരാക്കപ്പെടും. അതിൽ നിന്ന് നെതന്യാഹു എങ്ങനെ വഴിമാറിപ്പോകും, അല്ലെങ്കിൽ എങ്ങനെ അതിനെ അതിജീവിക്കും? പ്രധാന സംഗതിയാണ് അത്. അതുകൊണ്ട് തന്നെ യുദ്ധ ക്യാബിനറ്റിന്റെ തീരുമാനം വൈകുന്നതിൽ അത്ഭുതവുമില്ല. നമ്മൾ 15 മാസം പൂർത്തിയാവുന്ന ഈ ആക്രമണത്തിന് അറുതി വരുന്നുവെങ്കിൽ അത് ആരുടെ പരാജയമാണ്? ഫലസ്തീൻ കോസ് എന്നത് പുതിയ തലമുറയ്ക്ക്, പുതിയ ലോകത്തിന് മുൻപിലേക്ക് കൂടുതൽ ഉച്ചത്തിൽ ഉയർന്നു വരാൻ ഇതിടയാക്കിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഫലസ്തീൻ ജനതയുടെ, ഹമാസിന്റെ രാഷ്ട്രീയ വിജയം സ്ഥാപിക്കപ്പെടുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് ഇന്ന് രാത്രി. നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ പി ജെ വിൻസെന്റ്, വിദേശകാര്യ വിദഗ്ധൻ, ശ്രീ താജ് ആലുവ, മാധ്യമപ്രവർത്തകൻ, സജി മാർക്കോസ്, നിരീക്ഷകൻ, MCA നാസർ, ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റ് ന്യൂസ് ഹെഡ് എന്നിവരാണ്. ആദ്യം MCA, എന്താണ് ഈ കരാറുമായി ബന്ധപ്പെട്ട ഇസ്രയേലിൽ നിന്നുള്ള അവസാനത്തെ അപ്ഡേറ്റ് എന്താണ്? നിഷാദ്, ഇതിൽ ഏറ്റവും അവസാനം ഈ വിഭാഗീയത എങ്ങനെയെങ്കിലും മറികടക്കാൻ പറ്റുമോ എന്ന തിരക്കിട്ട നീക്കത്തിലാണ് നെതന്യാഹുവും അദ്ദേഹത്തിന്റെ ഭരണകൂടവും. കാരണം 7 മന്ത്രിമാർ ഏറെക്കുറെ ഈ കരാറിന് എതിരാണ് എന്ന സൂചന ഇന്നലെ മുതൽ തന്നെ പുറത്തു വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം ബെൻഗവിറും അതോടൊപ്പം തന്നെ സ്മോട്രിക്കും. തീവ്ര വലതുപക്ഷ നിലപാടുള്ള ഈ മന്ത്രിമാർ പറയുന്നത് ഇത് ഹമാസിന് മുമ്പാകെയുള്ള എല്ലാ അർത്ഥത്തിലുള്ള ഒരു കീഴടങ്ങലാണ്. ഇത് ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് വളരെ വലിയ തോതിൽ ദോഷം ചെയ്യും. ഇസ്രായേലിന്റെ തകർച്ചയിലേക്കുള്ള ഒരു തുടക്കമായി പോലും ഈ കരാർ മാറുമെന്ന് വിലയിരുത്തുന്നത് ഈ മന്ത്രിമാരാണ്. അതുകൊണ്ട് അവരുടേതായിട്ടുള്ള വലിയ തോതിലുള്ള ഒരു സമ്മർദ്ദം ഈ ഘട്ടത്തിൽ പോലും നെതന്യാഹു നേരിടുന്നുണ്ട്. അത് സർക്കാരിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നം മാത്രമല്ല, ഇസ്രായേലിന്റെ പൊതു സമൂഹത്തിനുള്ളിൽ ഒരു പക്ഷേ ഇവർ രാജിവെച്ച് പുറത്തു വരികയും വലിയ തോതിലുള്ള ഒരു കേന്ദ്രീകരണം, രാഷ്ട്രീയമായിട്ടുള്ള ഒരു ശക്തി സംഭരിക്കാൻ ഈ വിഭാഗം തയ്യാറാകുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ കൂടി അനുനയിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ തുടരുന്നത്. അതിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ട്രംപിന്റെ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ബൈഡന്റെ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരും നിരന്തരമായിട്ട് ഇപ്പോൾ ഇസ്രായേൽ നേതാക്കളുമായി, പ്രധാനമായിട്ടും ബെൻഗവിറും സ്മോട്രിക്കുമായിട്ട് നിരന്തരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ കരാറിൽ നിന്ന് ഇനി പുറകോട്ട് പോവുക എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്. ഇനിയുള്ളത് ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക എന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനം ഈ സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതിയാണ്. തുടർന്ന് പാർലമെന്റ് ഇതിന് അംഗീകാരം നൽകേണ്ടതുണ്ട്. അതിന് പിന്നാലെ സുപ്രീം കോടതിയുടെയും ഒരു അനുമതി ലഭിച്ചെങ്കിൽ മാത്രമേ ഈ കരാറിൽ പൂർണ്ണമായിട്ടും അതിനൊരു ആധികാരിക സ്വഭാവം ഇസ്രായേലിന്റെ ഉള്ളിൽ കൈവരികയുള്ളൂ. പക്ഷെ അത് നടപ്പാക്കാൻ ഈ നേതാക്കളെ എത്ര കണ്ട് സ്വാധീനിക്കാൻ ഈ രാത്രിയിൽ നെതന്യാഹുവിന്, അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന് സാധിക്കുമെന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഞായറാഴ്ചയോടുകൂടി, കാരണം 20-ന് തിങ്കളാഴ്ചയാണ് ട്രംപ് പുതിയ അമേരിക്കൻ പ്രസിഡന്റായിട്ട് അധികാരമേൽക്കുന്നത്, അതിനു മുമ്പ് ഞായറാഴ്ച രാത്രിയോടുകൂടിയെങ്കിലും ഈ കരാർ നടപ്പാക്കിയേ തീരൂ എന്നത് ഒരുപക്ഷെ ഇസ്രായേലിനെ
പോലെ തന്നെ പ്രധാനമാണ് അമേരിക്കക്കും. ഇനി ഈ കരാറിൽ നിന്ന് പുറകോട്ട് പോവുകയാണെങ്കിൽ അത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താല്പര്യങ്ങളെ വലിയ തോതിൽ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കും. കാരണം നിരന്തരമായ ചർച്ചകളിലൂടെ രൂപപ്പെടുത്തിയ ഒരു കരാറാണിത്. ഈ കരാറിനെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ട്രംപും അതോടൊപ്പം തന്നെ ജോ ബൈഡനുമാണ്. ഈ കരാർ പൂർത്തീകരിക്കപ്പെട്ടു എന്നവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഇനി ഇത് ഈ കടമ്പ കടക്കേണ്ടത് ഇസ്രായേലിന്റെ താല്പര്യം മാത്രമല്ല അമേരിക്കയുടെ കൂടി താല്പര്യമാണ്. അതിനുള്ള നീക്കങ്ങൾ ഏറെക്കുറെ അന്തിമ സങ്കീർണതയും സമ്മർദ്ദത്തെയും ഇസ്രായേൽ ഭരണകൂടം ഇപ്പോൾ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നാണ്. MC ഞാനൊന്ന് വരാം. PJ വിൻസെന്റ്, ഇതിനകത്ത് ഇപ്പോൾ ഈ കരാറിൽ നിന്ന് പലപ്പോഴായി നമുക്ക് ഈ ഫലസ്തീൻ കോസുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങൾ, കരാറുകൾ, ഇവയിൽ നിന്നെല്ലാം സ്വന്തം നിലയ്ക്ക് പലപ്പോഴായി പിന്മാറുകയും അതിനെയെല്ലാം അതിലംഘിക്കുകയും ചെയ്ത ചരിത്രമാണ് ഇസ്രായേലിനുള്ളത് എന്നറിയാം. ഇവിടെ ലോകത്തിൻ്റെ മുഴുവൻ സമ്മർദ്ദമുണ്ടായിട്ടും അവർക്ക് ഈ നരമേധം 15 മാസം കൊണ്ടുപോകാനും കഴിഞ്ഞു. പക്ഷേ ഈ സന്ദർഭം എന്തുമാത്രം സവിശേഷമാണ് ശ്രീ വിൻസെന്റ്? ഇവിടെ ഈ കരാറിനകത്ത് സഹകരിക്കുക, അത് അംഗീകരിക്കുക എന്ന വലിയ സമ്മർദ്ദം, വഴിമാറിപ്പോകാൻ കഴിയാത്ത സമ്മർദ്ദം ഇസ്രായേൽ ഇപ്പോൾ നേരിടുന്നുണ്ടോ? പ്രത്യേകിച്ച് ട്രംപ് വരാൻ പോകുന്നു. ട്രംപിന് ഇനിയും ഇതിനുവേണ്ടി പമ്പ് ചെയ്യാൻ തൻ്റെ കയ്യിൽ പണവുമില്ല, താല്പര്യവുമില്ല എന്ന നിലപാടുള്ള ആൾ കൂടിയാണ്. എന്ന് മാത്രമല്ല ഖത്തർ ഞങ്ങൾക്ക് മാക്സിമത്തിൽ ഞങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞു, ഇനി അങ്ങനെ മുന്നോട്ട് പോകാൻ വഴികളില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തൊരു ഘട്ടത്തിൽ എന്തുമാത്രം ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ സന്ദർഭം പ്രധാനമാണ്? ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ മറ്റൊരു ബദലില്ല. കരാറുകൾ ഉണ്ടാക്കുകയും നിരന്തരമായി ലംഘിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഒരു ശീലം. കരാറുകൾ ലംഘിക്കാനുള്ളതാണ് എന്ന് അടിവരയിട്ട് തെളിയിച്ചിട്ടുള്ള ഒരു രാജ്യവുമാണ് ഇസ്രായേൽ. പക്ഷേ നിലവിലുള്ള അവസ്ഥ അല്പം വ്യത്യസ്തമാണ്. ഈ കരാറുകൾ ലംഘിക്കാനൊക്കെ സയനിസ്റ്റ് ഇസ്രായേലിനെ സഹായിക്കുന്നത് അമേരിക്കൻ പിന്തുണയാണ്. എന്നാൽ ഇത്തവണ ജോ ബൈഡൻ ഈ വെടിനിർത്തൽ കരാറിനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തുന്നതിന് മുന്നേ തന്നെ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ ഫോറത്തിൽ അദ്ദേഹം ഈ വെടിനിർത്തൽ കരാർ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തി. അതിലാദ്യം എപ്പിക് സീസ് ഫയർ എന്ന പ്രയോഗമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇത് ഹിസ്റ്റോറിക്കൽ വിക്ടറി ഓഫ് നവംബർ മാസത്തിലാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് ചരിത്രപരമായ വിജയമാണ്. ആ വിജയത്തിൻ്റെ ഉൽപ്പന്നമാണ് ഈ എപ്പിക് സീസ് ഫയർ എന്ന് അദ്ദേഹം കുറിക്കുകയുണ്ടായി. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിനകത്ത് നിന്ന് പിന്നോട്ട് പോകാൻ ഇസ്രായേലിന് കഴിയില്ല. കാരണം ജോ ബൈഡൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സീസ് ഫയറിൻ്റെ കാര്യം. അതുപോലെ ജനുവരി 20 ഓവൽ ഓഫീസിലേക്ക് പ്രവേശിക്കുന്ന ഡൊണാൾഡ് ട്രംപും സീസ് ഫയർ നടപ്പിലാക്കിയിരിക്കും എന്നുള്ള കാര്യത്തിൽ സുവ്യക്തമായ പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. അമേരിക്കയെ പോലുള്ളൊരു രാജ്യത്തിന്, അല്ലെങ്കിൽ ലോകത്തിൽ ആത്മാഭിമാനമുള്ള ഒരു രാജ്യത്തിനും ഇനി ഇതിൻ്റെ നിന്ന് പിന്നോട്ട് പോകാൻ സാധിക്കില്ല, വിശേഷിച്ച് അമേരിക്കയ്ക്ക്. അതുകൊണ്ട് കരാർ നടപ്പിലാക്കപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതേസമയം ഇസ്രായേൽ ഇത് ഖത്തറും ഈജിപ്തും അമേരിക്കയും മാത്രമല്ല, ഇറാനും ടർക്കിയെയും കൂടി ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളിൽ അനൗദ്യോഗികമായി പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല ഫലസ്തീൻ പ്രസ്ഥാനങ്ങളായിട്ടുള്ള ഹമാസ്, ഫലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ്, അതുപോലെ ലെബനൻ്റെ പ്രതിനിധികളൊക്കെ അടങ്ങുന്ന നിരവധി രാജ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വലിയ നയതന്ത്ര നീക്കമാണ് ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ളത്. അതിനെ സ്പിയർഹെഡ് ചെയ്തത്, മുന്നോട്ട് നയിച്ചത് ഖത്തറും ഈജിപ്തും അമേരിക്കയുമാണ്. ഇക്കാര്യത്തിൽ അമേരിക്കയുടെ വലിയ വിജയമായി ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രസിഡൻഷ്യൽ കാലാവധി തീരാൻ പോവുകയാണ്. അതിനിടയ്ക്ക് ഒരു വലിയ നയതന്ത്ര വിജയം നേടിക്കൊണ്ട് പുറത്തേക്ക് പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതോടൊപ്പം ലോക മനസാക്ഷിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു യുദ്ധത്തിലൂടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ അങ്ങേയറ്റം ചെയ്തു കഴിഞ്ഞു. ഇനിയും എന്താണ് അവിടെ ചെയ്യാൻ ബാക്കിയുള്ളത് എന്ന പ്രശ്നവും കൂടി നിൽക്കുന്നുണ്ട്. മാത്രവുമല്ല മറ്റ് യുദ്ധമുഖങ്ങളെല്ലാം തന്നെ അവസാനിച്ചിരിക്കുന്നു. ഹിസ്ബുള്ളയുമായിട്ടുള്ള സംഘർഷം ഏറെക്കുറെ അവസാനിച്ചു. ഹൂത്തികൾ ഇപ്പോൾ നിരന്തരമായ ആക്രമണം നടത്തുന്നില്ല. സിറിയൻ റെഷീമിൽ വന്നിട്ടുള്ള മാറ്റത്തെ തുടർന്ന് ഇറാൻ ഇപ്പോൾ പഴയതുപോലെ സജീവമായിട്ടില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ മുന്നിലുള്ളത് ഈ 23 ലക്ഷം വരുന്ന ഗസ അല്ലാണ്ട് വേറൊന്നുമില്ല. ഇതിനു മുമ്പ് ഇസ്രായേലിന് പല ന്യായങ്ങളും പറയാനുണ്ടായിരുന്നു. വടക്കൻ പ്രദേശത്ത് നിന്ന് ഹിസ്ബുള്ള ഞങ്ങളെ അറ്റാക്ക് ചെയ്യുന്നു, ഹൂത്തികൾ ഇവിടെ നിന്ന് ചെങ്കടൽ കേന്ദ്രീകരിച്ച് ആക്രമിക്കുന്നു, അതുപോലെ ഇറാൻ നേരിട്ട് 2 തവണ ആക്രമിച്ചല്ലോ, ഇറാൻ ആക്രമിക്കുന്നു, ഇറാൻ്റെ പ്രോക്സികൾ ആക്രമിക്കുന്നു. ഇങ്ങനെ ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വം മുഴുവൻ അപകടത്തിലായിരിക്കുന്നു എന്ന വാദം അവർക്ക് ഉയർത്താനുണ്ടായിരുന്നു. ഇപ്പോൾ അതുപോലും സാധ്യമല്ല.
ഇപ്പോൾ മുന്നിലുള്ളത് ഇസ്രായേലും ആ ഗസയിൽ കയ്യിലൊന്നുമില്ലാതെ ആകാശത്തിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ മാത്രം കഴിയുന്ന 23 ലക്ഷം മനുഷ്യർ മാത്രമാണ്. ഇനിയും ആ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ എത്തിയിട്ടുണ്ട്. മാത്രമല്ല, മാനവികതയുടെ ഒരു അംശം അവശേഷിക്കുന്ന ആർക്കും ഇനി ഈ യുദ്ധത്തെ പിന്തുണയ്ക്കാനും സാധിക്കില്ല. അതുകൊണ്ടാണ് ഭാരതം അപ്പോൾ തന്നെ പ്രതികരിച്ചു കഴിഞ്ഞല്ലോ. ഈ സീസ് ഫയറിനെ ഇന്ത്യ സ്വാഗതം ചെയ്തു കഴിഞ്ഞു. ലോകത്തിലെ പ്രമുഖ ശക്തികളെല്ലാം തന്നെ ഇതിനെ സ്വാഗതം ചെയ്തു കഴിഞ്ഞു. ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ ഇത് സ്വാഗതം ചെയ്ത് കഴിഞ്ഞു എന്ന് മാത്രമല്ല, രാഷ്ട്രീയ സെറ്റിൽമെൻറ്റ്, നീണ്ടു നിൽക്കുന്ന രാഷ്ട്രീയ പരിഹാരം പലസ്തീൻ പ്രശ്നത്തിനുണ്ടാകണം എന്നും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ലോകത്തിൻ്റെ മനസാക്ഷി ഇതപര്യന്തം പല ഘട്ടങ്ങളിലും ഇസ്രായേലിനെ സഹായിച്ച, ഇസ്രായേലിനെ പിന്തുണ പ്രഖ്യാപിച്ച ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഈ വെടിനിർത്തലിന് അനുകൂലമാണ്. വെടിനിർത്തൽ സംഭവിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. യെസ്, താജ് ആലുവ, നോക്കൂ, ഇതൊരു വെടിനിർത്തൽ പ്രഖ്യാപനമാണ്. ഇതിനു മുൻപും വെടിനിർത്തൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ദൈർഘ്യം, ഇപ്പോൾ ഇതിന് കൂടുതൽ ദൈർഘ്യം ഉണ്ടാകുന്നു. ഒരുപക്ഷെ ഇത് ദീർഘകാലം നീണ്ടു നിന്നേക്കും. അപ്പോൾ ഗസയെ സംബന്ധിച്ച്, ഫലസ്തീനെ സംബന്ധിച്ച് ഒരു വെടിനിർത്തൽ എന്ന് പറയുന്നത് അതിൻ്റെ ആത്യന്തികമായ സമാശ്വാസം എന്ന് വിളിക്കാൻ കഴിയുമോ? ഒന്നാമത്തെ പ്രശ്നം ഇസ്രായേലാണ് അപ്പുറത്തുള്ളത്. കരാറുകൾ വയലേറ്റ് ചെയ്യാൻ ഒരു മടിയും ഒരു കാലത്തും കാണിച്ചിട്ടില്ലാത്ത ഒരു സംഘമാണ് ഇസ്രായേൽ എന്ന് നമുക്ക് അറിയാം. രണ്ടാമത്തേത്, ഇതൊരു യുദ്ധാവസാനമല്ല, കേവലമായ സീസ് ഫയർ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഫലസ്തീൻ കോസ്, ഫലസ്തീനിലെ സമാധാനം, ഫലസ്തീൻ്റെ പുനർനിർമ്മാണം എന്നതിലേക്ക് ഇതാ ഒരു ചരിത്രപ്രസിദ്ധമായ കാൽവെപ്പ് എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരു മൊമെൻ്റാണോ സത്യത്തിൽ ഈ വെടിനിർത്തൽ പ്രഖ്യാപനം? ഒരു വളരെ ശരിക്കും നമ്മൾ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ, അതിന്റെ പാസ്റ്റ് ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു സംഗതി, ഇത്തരം വെടിനിർത്തൽ കരാറുകളൊന്നും തന്നെ പാലിക്കാത്തൊരു ചരിത്രം ഇസ്രായേലിനുണ്ട്. അത് തീർച്ചയായിട്ടും ശരിയാണ്. നിഷാദ് പറഞ്ഞ ഒന്നാമത്തെ പോയിന്റിൽ വളരെ കറക്റ്റാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇതൊരു പുതിയ ചരിത്ര സന്ദർഭം തന്നെയാണ്. കാരണം മനുഷ്യ ചരിത്രം തന്നെ കണ്ടിട്ടില്ലാത്ത അത്ര നീണ്ട, ദയാരഹിതമായിട്ടുള്ള, അത്യന്തം നിഷ്കരുണം മനുഷ്യരെ കൊല്ലുന്ന, വംശഹത്യക്ക് പച്ചയായി നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണകൂടത്തിന് വാസ്തവത്തിൽ അടിയറവ് പറയേണ്ടി വന്ന ഒരു സന്ദർഭമാണ് ഇത്. ഈ സീസ് ഫയർ എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ അടിയറവാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു കഴിഞ്ഞു. താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്, ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം ഇത് അതിനിർണായകമാകുന്ന ഒരു ചരിത്ര മുഹൂർത്തമാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ലോകത്ത് ഒരിടത്തും ഒരു സ്വാതന്ത്ര്യ വിമോചന പോരാട്ടത്തിൽ ഇത്രയധികം കാലം നിസ്സഹായരായി, നിരായുധരായി പിടിച്ചു നിന്ന ഒരു സമൂഹം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, അമേരിക്ക വിയറ്റ്നാമിൽ തോറ്റോടിയത്, ഫ്രാൻസിന്റെ സാമ്രാജ്യത്വ പട്ടാളം അൾജീരിയയിൽ നിന്ന് തോറ്റോടിയത്, അതുപോലെ മറ്റ് ലിബിയയിൽ നിന്ന് ഇറ്റലി സാമ്രാജ്യത്വ ശക്തികൾ, അങ്ങനെ അവരൊക്കെ കെട്ടുകെട്ടിയതിന്റെ അത്തരം വിമോചന പോരാട്ടങ്ങളുമായൊക്കെ നമ്മൾ ഇതിനെ താരതമ്യം ചെയ്യുമ്പോൾ, ആധുനിക ചരിത്രത്തിൽ, ലോകത്തിന്റെ ആധുനിക ചരിത്രത്തിൽ 21-ാം നൂറ്റാണ്ടിൽ ഒരു ഐതിഹാസികമായ ചെറുത്തുനിൽപ്പാണ് ഫലസ്തീനികൾ കാഴ്ചവെച്ചത്. അവരെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ, അതായത് ലോകത്തിലെ വൻ ശക്തികൾ മുഴുവൻ ഒറ്റക്കെട്ടായി ഒരു ഭാഗത്താണ് നിരക്കുന്ന ഒരു കാഴ്ച. മറുഭാഗത്ത് അവരെ സഹായിക്കാനോ അവരെ ആയുധങ്ങൾ കൊണ്ട് പിന്തുണക്കാനോ മാനസികമായി ധാർമ്മികമായിട്ടുള്ള പിന്തുണക്ക് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ, ആയുധം കൊണ്ട് അവരെ പിന്തുണക്കാൻ, അവരുടെ കോസിനോടൊപ്പം നിൽക്കാൻ ആ അർത്ഥത്തിൽ യാതൊരു തരത്തിലുള്ള ശക്തികളും ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ വളരെ ഉയർന്ന ഇച്ഛാശക്തി കൊണ്ട്, അതുപോലെ തന്നെ ആത്മബലം കൊണ്ട്, ഉന്നതമായ സ്വാതന്ത്ര്യ ബോധം കൊണ്ട്, അവരുടെ സിരകളിൽ ത്രസിക്കുന്ന വിപ്ലവത്തിന്റെ വീര്യം കൊണ്ട് പിടിച്ചു നിന്ന ഒരു സമൂഹം. ആ അർത്ഥത്തിൽ ഫലസ്തീനികൾ ഇപ്പോൾ നേടിയിരിക്കുന്നത് ഈ ഇസ്രായേലിന്റെ പ്രഖ്യാപിതമായിട്ടുള്ള ഒരു സൈനിക ലക്ഷ്യവും നേടാതെ, അവർക്ക് നേടാൻ അനുവാദം കൊടുക്കാതെ, ഹമാസിനെ ഇല്ലായ്മ ചെയ്യുക, അതുപോലെ തന്നെ ബന്ദികളെ സൈനിക ശക്തിയിലൂടെ മോചിപ്പിക്കുക, ഗസയെ എല്ലാ അർത്ഥത്തിലും അവിടുന്ന് മനുഷ്യരെ ആട്ടിപ്പുറത്താക്കിയിട്ട് അവിടെ ഇസ്രായേലിന് കുടിയേറ്റക്കാരെ പാർപ്പിക്കുക പോലുള്ള വളരെ പ്രഖ്യാപിതമായ സൈനിക ലക്ഷ്യങ്ങൾ. അതിനപ്പുറത്ത് അപ്രഖ്യാപിതമായിട്ട് ഫലസ്തീനികളുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തെ മുളയിലെ അവർക്ക് നുള്ളിക്കളയുക. അതായത് ഒരർത്ഥത്തിലും ഇനി ഒരിക്കലും ഇസ്രായേലിന് നേരെ ഭീഷണി ഉയർത്താൻ കഴിയാത്ത രൂപത്തിൽ ഫലസ്തീനി സ്വാതന്ത്ര്യ പോരാട്ടത്തെ അടിച്ചമർത്തുക എന്ന ഒരു അപ്രഖ്യാപിത ലക്ഷ്യം. ഈ ലക്ഷ്യങ്ങളൊക്കെ നേടുന്നതിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്രായേലി പ്രതിരോധ വിദഗ്ധൻ വൈനെറ്റ് എന്ന് പറയുന്ന സൈറ്റിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഇസ്രായേൽ ഒരർത്ഥത്തിൽ അവരുടെ ബോംബ്, ഗസയിൽ നിക്ഷേപിക്കാനുള്ള ബോംബുകൾ
തീർന്നു പോകുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ്. അത്രത്തോളം അമേരിക്കയുടെ ഒരു പൂർണ്ണ പിന്തുണയോടുകൂടി കിട്ടാവുന്ന മുഴുവൻ സൈനിക ശക്തിയും സൈനിക ശേഷിയും ഒക്കെ കൊണ്ടുപോയി നിക്ഷേപിച്ച ഒരു പ്രദേശത്ത് നിന്ന് ഈ ഒരു അർത്ഥത്തിൽ മുഖം നഷ്ടപ്പെടുന്ന രൂപത്തിൽ അവർക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നു. പ്രത്യക്ഷത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഫലസ്തീനികൾക്ക് ഏൽപ്പിച്ചെങ്കിലും അത് ആ ഒരു ദയനീയ മുഖം വാസ്തവത്തിൽ ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം വളരെ ചരിത്രപ്രധാനമായ സംഭവമാണ്. ഇപ്പോൾ ഫലസ്തീനികൾ ഇതിനെ ഒരു വിജയമായി ആഘോഷിക്കുമ്പോൾ ഇസ്രായേലിൽ ഇതൊരു പരാജയമായിട്ട് ഇതിനെ വിലയിരുത്തുകയും എന്ന് മാത്രമല്ല ആ അർത്ഥത്തിൽ പല പ്രകടനങ്ങളും പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ഇസ്രായേലിന്റെ പട്ടണങ്ങളിൽ നടക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ വെടിനിർത്തൽ കരാർ അത് അതിന്റെ ഒന്നാമത്തെ ഘട്ടം പിന്നിടുമോ എന്ന ആശങ്ക നമുക്ക് ഇപ്പോഴുണ്ട്. കാരണം എന്താ വെച്ചാൽ രണ്ടാമത്തെ ഘട്ടത്തിലേക്കുള്ള ചർച്ചകൾ തങ്ങൾ അനുവദിക്കില്ല എന്ന് റിലീജിയസ് സയനിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ മറ്റ് ഈ വലതുപക്ഷ തീവ്രവാദ പാർട്ടികൾക്ക് ആവശ്യപ്പെട്ടു കഴിഞ്ഞു, അവർക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷെ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് ട്രംപിന്റെ ഒരു കൂടം നിലനിൽക്കുമ്പോൾ അമേരിക്കയിൽ നിലനിൽക്കുമ്പോൾ അതിനെക്കുറിച്ചും ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ പറഞ്ഞത് ട്രംപ് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ അടി കിട്ടിയത് ഞങ്ങൾക്കാണ് എന്ന് ഒരു ഇസ്രായേലി നിരീക്ഷകൻ വിലയിരുത്തുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാറിന് ഞങ്ങൾ തയ്യാറായതിന്റെ അടിസ്ഥാനപരമായ കാരണം ട്രംപ് വന്നതുകൊണ്ടാണ് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് പക്ഷെ എതിർക്കുന്ന ആളുകളുണ്ടാകാം. ട്രംപ് മാത്രമല്ല, ബൈഡന്റെ ഒരു നയതന്ത്ര പ്രതിനിധികളും ഒക്കെ ഈ വിഷയത്തിൽ കാര്യമായി പ്രയത്നിച്ചിട്ടുണ്ട്, അവരുടെ ശ്രമമുണ്ട് എന്നൊക്കെ നമ്മൾ വിലയിരുത്തുമെങ്കിൽ കൂടി ട്രംപിന് വാസ്തവത്തിൽ ഇവിടെ ഈ ഗസയിലുള്ള ആക്രമണം തുടരുന്നതിന് യാതൊരു താല്പര്യവുമില്ല എന്ന് മാത്രമല്ല നെതന്യാഹുവുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിരോധം പരസ്യമായി പ്രകടിപ്പിച്ചു കഴിഞ്ഞ 2 ദിവസം മുമ്പ് അദ്ദേഹം ഷെയർ ചെയ്ത ആ വീഡിയോ, ജെഫ്രി സാക്സിന്റെ വീഡിയോ ഷെയർ ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ്. വളരെ മോശമായ ഭാഷയിൽ നെതന്യാഹുവിനെ അധിക്ഷേപിക്കുന്ന വീഡിയോ വരെ ഷെയർ ചെയ്യാൻ അദ്ദേഹം മുതിർന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒരു കൃത്യമായ സന്ദേശം കൊടുക്കലാണ്. അതായത് ഇപ്പോ വെടിനിർത്തിക്കൊണ്ട് ഗസയിൽ നിന്ന് എങ്ങനെയെങ്കിലും തലയൂറുക, മിഡിൽ ഈസ്റ്റിൽ ഏതെങ്കിലും ഒരു അർത്ഥത്തിലുള്ള ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷം താൻ ഭരണം ഏറ്റെടുക്കുമ്പോൾ അങ്ങനെ സമാധാനത്തിന്റെ അന്തരീക്ഷം വന്നു കഴിഞ്ഞു എന്നത് തെളിയിക്കുക എന്നത് ട്രംപിന്റെ ഒരു ആവശ്യം കൂടിയാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വെടിനിർത്തൽ കുറച്ച് കാലം നീളും. പക്ഷെ അതേസമയം ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഉണ്ടാവും. അത് അവർ സാധാരണ ചെയ്യുന്ന ഒരു സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു 2 മാസം 3 മാസം ഒക്കെ കൂടുമ്പോഴുള്ള ഇടക്ക് ഗസയിൽ കയറി ആക്രമിക്കുക, കുറെ പേരെ കൊല്ലുക, കുറച്ച് കെട്ടിടങ്ങൾ ബോംബിട്ട് നശിപ്പിക്കുക, ഒരർത്ഥത്തിലും ഒരു വലിയ തോതിലുള്ള ഒരു യുദ്ധ സ്വഭാവത്തിലുള്ള ആക്രമണം ഇല്ലെങ്കിൽ കൂടി ഗ്രൗണ്ട് ഒഫൻസ് വല്ലാതെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് പണ്ടും ഉണ്ടായിട്ടുണ്ട്. ഒരു സീസ് ഫയറും അവർക്ക് തടസ്സമായിട്ടില്ല എന്നാണ് സജി മാർക്കോസ് ഇതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒന്ന്. 40,000 ആളുകൾ കൊല്ലപ്പെടുകയും 80% കെട്ടിടങ്ങളും ജീവിത വ്യവസ്ഥയും ആകെ തകർന്നു പോയൊരു യുദ്ധത്തിൽ ആരാണ് ജയിച്ചത് എന്ന ചോദ്യം ചോദിച്ചാൽ പരാജയപ്പെട്ടവരെ നോക്കുമ്പോൾ ആദ്യം വേണമെങ്കിൽ ഗസയെ കാണാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് രാഷ്ട്രീയമായ വിജയം ആരുടേതാണ്? എന്തുകൊണ്ടാണ് ഈ വെടിനിർത്തൽ പ്രഖ്യാപനം വരുമ്പോൾ ഗസയിൽ ആഹ്ലാദ പഠനവും ഇസ്രായേൽ വലിയ പ്രതിഷേധവും തീരുമാനമെടുക്കാൻ കഴിയാത്ത പ്രതിസന്ധി ഉണ്ടാകുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പുതിയ തലമുറയുടെ ചുണ്ടിലെ ഒരു മുദ്രാവാക്യമേ അല്ല ഫലസ്തീൻ കോസ് എന്നത്. കാരണം അവർ മറന്നു തുടങ്ങിയ ഒന്നാണ്, അല്ലെങ്കിൽ അവരത് കേട്ടിട്ടില്ല. പുതിയ നൂറ്റാണ്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിരുന്നില്ല. UN പോലും സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്ന് പറയുന്ന സംഗതിക്ക് വേണ്ടി അതിനെ മറന്ന മട്ടായിരുന്നു. പക്ഷെ നോക്കൂ, ഈ പുതിയ കാലത്തെ മനുഷ്യരാശിയുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് ഫലസ്തീൻ കോസ് ഉയർന്നു വരികയും സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്ന ആശയത്തിന് വേണ്ടി കൂടുതൽ വലിയ രാജ്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിനെ ഒരു ഫലസ്തീൻ മുദ്രാവാക്യത്തെ പുതിയ ലോകത്തിൻ്റെ നെറുകിൽ പ്രതിഷ്ഠിക്കുന്നതിൽ ഒരുപക്ഷെ ഈ സംഗതി ഈ 15 മാസക്കാലത്തിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 40,000 മനുഷ്യരുടെ മരണം അല്ലെങ്കിൽ ആ നാടിനുണ്ടായ വിനാശം അത് വലിയ നൊമ്പരമായിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് എന്താണ് സജി മാർക്കോസ്? സജി, ഞാൻ ഓഡിയോ കേൾക്കുന്നില്ല. താങ്കൾ യുദ്ധം ആരംഭിക്കും എന്ന് പറയാൻ പറ്റില്ല. അധിനിവേശം ആരംഭിക്കുന്ന സമയത്ത് ഇസ്രായേൽ പറഞ്ഞിരുന്നത് ഹമാസിനെ അധികാരത്തിൽ താഴെ ഇറക്കുക എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളായി അവർ ചർച്ച ചെയ്യുന്ന ആരുമായിട്ടാണ്? ഹമാസുമായിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഇതൊരു പരാജയമായിരുന്നു, ആ ഇൻവേഷൻ പരാജയമായിരുന്നു. അതായത് എങ്ങനെയാണോ അമേരിക്ക താലിബാനെ പുറത്താക്കിയെന്ന് പറഞ്ഞ ശേഷം താലിബാൻ തന്നെ അധികാരം കൈമാറിക്കൊണ്ട് അവിടെ നിന്ന് പുറത്തു പോകുന്നത് പോലെ തന്നെ ഹമാസിനെ പുറത്താക്കുമെന്ന പ്രാഥമിക ലക്ഷ്യവുമായി യുദ്ധത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം അതായിരുന്നു. ആ ഹമാസുമായിട്ടാണ് ഇപ്പോൾ ചെറിയ ചെറിയ തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അവരുമായിട്ടാണ് ഇപ്പോൾ ഒരു ഒത്തുതീർപ്പിൽ എത്തിയിരിക്കുന്നത്. അതിന്റെ ലീഗലായ വശം അല്ലെങ്കിൽ മോറലായിട്ട് അത് അവർ ഇരു കൂട്ടരും അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബാക്കി വന്നിരിക്കുന്ന താൽക്കാലികമായ പ്രശ്നങ്ങളാണ്. വിൻസെന്റ് പറഞ്ഞ പോലെ തന്നെ അവർക്കൊരു വെടിനിർത്തൽ കരാറിലേക്ക് പോകാതിരിക്കാൻ നിർവാഹമില്ലാത്ത സാഹചര്യമാണുള്ളത്.
പക്ഷേ ഇതുകൊണ്ട് ഈ താജ് പറഞ്ഞ കാര്യത്തോട് ഒരു കാര്യം എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, തീർച്ചയായും ഇപ്പോൾ വെടിനിർത്തൽ അത്യാവശ്യമായിരുന്നു. അതൊരു ഹ്യൂമാനിറ്റേറിയൻ ഇഷ്യൂ ആണ്. അവിടുത്തെ കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന ഒരു സാധാരണക്കാർ, സിവിലിയന്മാർ ഒന്നും ഇനി കൊല്ലപ്പെടാൻ പാടില്ല. എത്രയും പെട്ടെന്ന് സീസ് ഫയർ വേണം. പക്ഷേ പരിഹാരം അതുകൊണ്ടാകുന്നില്ല. കാരണം പാലസ്തീന്റെ ആവശ്യം, ഒന്നാമത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ പലായനം ചെയ്യപ്പെട്ട മനുഷ്യർക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. അത് 48 മുതൽ അവിടെ നിന്ന് പലായനം ചെയ്യപ്പെട്ട ആളുകളുണ്ട്. ഇപ്പൊ 4-5 പ്രാവശ്യം അവരുടെ തന്നെ ഇന്റേണൽ ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് നടന്നവരുണ്ട്. പലായനം ചെയ്യപ്പെട്ടവർ പകുതി പേർ ആ രാജ്യത്തിന് വെളിയിൽ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്നുണ്ട്. റൈറ്റ് ടു റിട്ടേൺ എന്നുള്ളതാണ് പലസ്തീന്റെ ഒന്നാമത്തെ ആവശ്യം. അതല്ലാതെ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളുടെ ബാക്കി പത്രമായിട്ടാണ് ഇപ്പോ ഈ നടക്കുന്ന യുദ്ധങ്ങളോ ഇതിനു മുമ്പ് നടന്ന യുദ്ധങ്ങളോ അധിനിവേശങ്ങളോ ഇതെല്ലാം നടന്നിരിക്കുന്നതിന് വലിയ റൂട്ട് കോസ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായ കാലം തൊട്ട് ഇന്ന് വരെ നടന്നിരിക്കുന്ന പലസ്തീനികളുടെ പലായനം, അവർക്ക് തിരിച്ചു വരാനുള്ള അവകാശം ഉണ്ടാവണം. 1. 2, ഇസ്രയേലിന്റെ അധിനിവേശം നിർത്തണം. പലസ്തീനിലോട്ട്, ഗസയിലോട്ടും വെസ്റ്റ് ബാങ്കിലോട്ടും നാൾക്കുനാൾ ഇവരുടെ സെറ്റിൽമെന്റുകൾ വർദ്ധിപ്പിച്ചു വരുന്ന അധിനിവേശം നിർത്തണം എന്നുള്ളതാണ്. ഈ 2 പ്രശ്നം പരിഹരിക്കുക അല്ലാതെ താൽക്കാലികമായ ഒരു വെടിനിർത്തൽ, തീർച്ചയായിട്ടും താൽക്കാലികമായ വെടിനിർത്തൽ ആവശ്യമാണ്. കാരണം ഇനി ഒരാൾ പോലും അവരെ കൊല്ലപ്പെടാൻ പാടില്ല. ഒരു നിരപരാധി ഒരു കുട്ടിയോ കുഞ്ഞുങ്ങളോ സ്ത്രീകളോ കൊല്ലപ്പെടാൻ പാടില്ലെങ്കിലും പ്രശ്നത്തിന്റെ പരിഹാരം എന്ന് പറയുന്നത് ഈ സ്ഥായിയായി 2 പ്രശ്നങ്ങൾ. ഇവിടെ നിന്ന് പോയ മനുഷ്യരെ, പലായനം ചെയ്യപ്പെട്ട മനുഷ്യർ വരാൻ പറ്റും. പക്ഷെ അവരെങ്ങോട്ടാ തിരിച്ചു വരുന്നത്? ഇതത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. തിരിച്ചു വരിക എന്ന് പറയുന്നത് പലരും പലായനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇന്നത്തെ ഇസ്രയേലിൽ നിന്നാണ്. ആ ഇസ്രയേലോട് അവർക്ക് തിരിച്ചു വരാൻ പറ്റുമോ? പിന്നെ എങ്ങോട്ട് അവർ തിരിച്ചു വരും? ഇനി 3 തലമുറയായി അവർ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്നു. ഇനി അവിടെ തന്നെ എത്ര കാലം തുടർന്ന് കഴിയാനാണ്? അപ്പൊ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം, ഒരു പൊളിറ്റിക്കൽ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ നിലനിൽക്കുന്ന തരത്തിലുള്ള ഒരു ഇസ്രായേൽ ഗവൺമെന്റ് പരിഹരിക്കാൻ പറ്റുന്നതല്ല, ഒരു എത്നോക്രാറ്റിക് ഗവൺമെന്റ് പരിഹരിക്കാൻ പറ്റുന്നതല്ല, ഒരു അപ്പാർട്ടിയുടെ ഭരണകൂടത്തിന് പരിഹരിക്കാൻ പറ്റുന്നതല്ല, ഒരു വംശീയ ഭരണകൂടത്തിന് പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ല. അത് ഒരു ഡെമോക്രാറ്റിക് കൺട്രിക്ക് മാത്രം പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് താൽക്കാലികമായി വെടിനിർത്തൽ ആവശ്യമാണ്. അത് ലോകരാജ്യങ്ങളെല്ലാം അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതിനുമേൽ എല്ലാ തരത്തിലുള്ള സമ്മർദ്ദവും ഇസ്രയേലിന്റെ പേരിലുണ്ടായിരുന്നു. അതിലുപരി ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാറിൽ വന്നിരിക്കുന്ന ഇതേ വ്യവസ്ഥകളെല്ലാം കഴിഞ്ഞ മെയ് മാസത്തിൽ ബൈഡൻ മുമ്പോട്ട് വെച്ചതാണ്. അതിനുശേഷം കഴിഞ്ഞ 8 മാസക്കാലം അതേ വ്യവസ്ഥകൾ അംഗീകരിക്കുന്നെങ്കിൽ 8 മാസത്തിൽ കൊല്ലപ്പെട്ടവർ, ഇരുപക്ഷത്തു നിന്ന് പ്രയാസങ്ങൾ അനുഭവിച്ചവർ, ഇതിനെന്ത് ന്യായീകരണം പറയാനുണ്ട് ഇസ്രായേൽ ഭരണകൂടത്തിന്? അപ്പോ ഈ 8 മാസത്തെ കാലാവധി എന്ന് പറയുന്നത് ശരിക്കും നെതന്യാഹു എന്ന് പറയുന്ന ഒരു ഒറ്റ വ്യക്തിയുടെ വ്യക്തി താല്പര്യങ്ങളുടെ പേരിലായിരുന്നു വേണമെങ്കിൽ പറയാം. നമുക്കതിന് ഇസ്രായേൽ എന്ന് പറഞ്ഞ ഭരണകൂടത്തെയോ അവിടുത്തെ വംശപരിയുള്ള മനുഷ്യരെയോ അവരൊന്നും ഒഴിവാക്കുന്നില്ലെങ്കിൽ പോലും ഒരു വ്യക്തിയിലേക്ക് പറഞ്ഞാൽ അത് നെതന്യാഹു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ ഭാവി നിലനിർത്തുന്നതിനും അദ്ദേഹത്തിന് ആ നാട്ടിൽ നേടുന്ന പ്രതിഷേധത്തോടും അദ്ദേഹത്തിന് നിലനിൽക്കുന്ന 3 കേസുകൾ, ഈ 3 കേസുകൾ എന്ന് പറഞ്ഞാൽ കൃത്യമായി അദ്ദേഹത്തിന്റെ പേരിലുള്ള കേസുകൾ എന്ന് പറഞ്ഞാൽ കൃത്യമായി എവിഡൻസ് ഉള്ള കേസുകളാണ്. ഒരുപക്ഷെ കാലം നീട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ ശിക്ഷ കിട്ടാവുന്ന എല്ലാ തരത്തിലുള്ള തെളിവുകളോട് കൂടിയുള്ള കേസുകളാണ് ഇപ്പോൾ ജെറുസലേം ഹൈക്കോടതിയിൽ നടത്തുന്ന കേസുകൾ. അപ്പൊ അതിന് പരമാവധി നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇദ്ദേഹമാണ്, ഈ നെതന്യാഹു എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഈ പറയുന്ന കഴിഞ്ഞ മെയ് മാസം, അതിനു മുമ്പത്തെ കാര്യം നിൽക്കട്ടെ, മെയ് മാസം തൊട്ട് ഇതേ അദ്ദേഹത്തിന്റെ ടേബിളിൽ ഉണ്ടായിരുന്നു ഈ വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകളെല്ലാം. അതൊന്നും അദ്ദേഹം പാലിച്ചില്ല. അതിന് വീണ്ടും നീട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഇതിന് ഒരു പരിഹാരം, ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഈ പലായനം ചെയ്യപ്പെട്ട പലസ്തീനികൾക്ക് തിരിച്ചു വരാൻ കഴിയണം. അധിനിവേശം പൂർണ്ണമായി അവസാനിപ്പിക്കും. അതിന് ഇത്തരത്തിലുള്ള അപ്പാർട്ടിയുടെ ഭരണകൂടം അവിടെ നിൽക്കരുത്. ഇങ്ങനെ പറയുമ്പോൾ പലപ്പോഴും ഇതിനെ പലരും പറയുന്നത് ഇതിനൊരു ആന്റിസെമിറ്റിക് സ്വരം ഇതിനുണ്ടെന്നാണ്. ഇത് ആന്റിസെമിറ്റിസമായിട്ട് ഒരു ബന്ധവുമില്ല. ഈ യഹൂദ വംശം എന്ന് പറയുന്നതിലെ ആ സെമിറ്റിക് യഹൂദന്മാരുമായിട്ടുള്ള പ്രശ്നമല്ല ഇത്. ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് അവിടെ നിൽക്കുന്ന അപ്പാർട്ടിയുടെ ഭരണകൂടത്തിൻ്റെതാണ്. അവിടെ എങ്ങനെയാണോ നെൽസൺ മണ്ടേല വന്നത് അതുപോലെ തന്നെ ഒരു ഭരണകൂടം അവിടെ വരികയും ഇരുകൂട്ടരും ഒരുമിച്ച് താമസിക്കുന്ന ഒരു രാജ്യം ഉണ്ടാകുകയും ചെയ്യാവുന്ന ഒരു സംവിധാനം ആണ് ശരിക്കും ശാശ്വതമായ ഒരു പരിഹാരം ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല, ഒരു കാലത്തും ബന്ദികൾ വിട്ടുകിട്ടുക എന്നുള്ളത് നെതന്യാഹുവിന്റെ ഒരു ആവശ്യമേ ആയിരുന്നില്ല. അതൊരു ചർച്ചയ്ക്ക് അദ്ദേഹം വരാനേ തയ്യാറായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയും കഴിയുന്നിടത്തോളം കാലം അധികാരത്തിലിരിക്കുക. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള മറ്റൊരു വലിയ സങ്കല്പമായിരുന്നു നോർത്തേൺ ഗസയിൽ അംഗീകരിക്കുക, അവർക്ക് ഈക്വാലിറ്റി ഉണ്ടാക്കുക എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ പുറപ്പെട്ടു പോയവർക്ക് തിരിച്ചു വരാനുള്ള പ്രതലം ഉണ്ടാക്കുക. അങ്ങനെ അടിസ്ഥാന പ്രശ്നങ്ങൾ വേറെ കിടക്കുന്നുണ്ട്. സത്യത്തിൽ ഈ വെടിനിർത്തലിലൂടെ ഈ പ്രശ്നം പരിഹരിച്ചു എന്ന് വരുത്തി തീർത്ത് ഈ ബേർഡനിൽ നിന്ന് ഒഴിയാനേ അന്താരാഷ്ട്ര സമൂഹം ആഗ്രഹിക്കുന്നുള്ളൂ? അതോ അതിനപ്പുറം അതിനകത്ത് സീരിയസ് ആയ സംഗതികളുണ്ടല്ലോ? അതൊരു കൺസേൺ ആണോ ഈ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ ഇപ്പോൾ? തീർച്ചയായിട്ടും അതെ, തീർച്ചയായിട്ടും അതെ. നമ്മൾ ഒരു സംഘർഷമാവട്ടെ, ഒരു യുദ്ധമാകട്ടെ, അതിൻ്റെ പരമാവധിയിലെത്തിയാൽ പിന്നെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കഴിഞ്ഞ ഞായറാഴ്ച ഹിന്ദു പത്രത്തിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ പ്രസിദ്ധ തെക്കേ ഇന്ത്യൻ ചരിത്രകാരനും ജൂത ചരിത്രകാരനായിട്ടുള്ള ഡേവിഡ് ഷൂൾമാൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്.
അദ്ദേഹം പറഞ്ഞത് 1990-കളിൽ ദക്ഷിണാഫ്രിക്കയിൽ അപ്പാർത്തൈഡ് ഭരണകൂടം, സജി മാർക്കോസ് സൂചിപ്പിച്ച ആ വാക്ക് വളരെ പ്രധാനമാണ്. ആ അപ്പാർത്തൈഡ് ഭരണകൂടം അവിടെ തകരുന്ന ആ ഘട്ടം എങ്ങനെയാണോ സമാനമായ അവസ്ഥയിലൂടെയാണ് ഇന്ന് ഇസ്രായേൽ കടന്നു പോകുന്നത്. അതിൻ്റെ യുദ്ധവും അതിൻ്റെ സയനിസ്റ്റ് തന്ത്രവും അതിൻ്റെ പരമാവധിയിലെത്തിയിരിക്കുന്നു. മാത്രമല്ല, സൈനിക ശക്തി ഉപയോഗിച്ച് ഫലസ്തീനിയൻ മുന്നേറ്റത്തെ തകർക്കുവാനോ ഫലസ്തീനികളെ അവിടുന്ന് പുറത്താക്കി ആ പ്രദേശം സ്വന്തമാക്കാനോ കഴിയുമോ? അങ്ങനെ സാധിക്കുന്നതിൻ്റെ പരമാവധി അവർ ചെയ്തു കഴിഞ്ഞു. ഇനി അവർക്ക് അക്കാര്യത്തിൽ മുന്നോട്ട് പോകാനുമില്ല. അതുകൊണ്ട് സയനിസ്റ്റുകൾ ഇതുവരെ തുടർന്നു വരുന്ന സൈനിക തന്ത്രവും രാഷ്ട്രീയ തന്ത്രവും ഇനി വിജയിക്കില്ല. മാത്രമല്ല, ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നേതാക്കളെ കൊലപ്പെടുത്തുന്നു, അതിൻ്റെ പ്രവർത്തകരെ കൊലപ്പെടുത്തുന്നു. അതിലൂടെ ആ പ്രദേശം കൈപ്പിടിയിൽ ഒതുക്കാം എന്നാണ് വിചാരിച്ചത്. അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. ഇസ്മായിൽ ഹനിയനെ കൊലപ്പെടുത്തി, യഹിയ സിൻവാറിനെ കൊലപ്പെടുത്തി, അങ്ങനെ അതുപോലെ മുഹമ്മദ് ദെയ്ഫ്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻനിര നേതാക്കളെയും രണ്ടാം നിര മൂന്നാം നിര നേതാക്കളെയും ഒക്കെ എലിമിനേറ്റ് ചെയ്തിട്ടും ആ പ്രതിരോധ പ്രസ്ഥാനം പുതിയ രൂപത്തിൽ അവിടെ തുടരുന്നുണ്ട്. അതിൻ്റെ കാരണം അതൊരാശയമാണ് എന്നുള്ളതാണ്. ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി തീരുക എന്നുള്ളത് അവരുടെ ആഗ്രഹമാണ്, അത് ആശയമാണ്. ആ ആശയത്തിൻ്റെ ഭൗതിക രൂപങ്ങളായിട്ടാണ് അവിടുത്തെ പ്രസ്ഥാനങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും അമേരിക്കയൊക്കെ ഭീകര പ്രസ്ഥാനം എന്ന് വിളിക്കുമ്പോഴും ഇത്തരം സംഘങ്ങളെ, അത് ഹമാസിനെ ആണെങ്കിലും ഹിസ്ബുള്ളെ, ഇസ്ലാമിക് ജിഹാദിനെ ആണെങ്കിലും അൽ സൈക്കിനെ ആണെങ്കിലും ജനീൻ ബ്രിഗേഡിനെ ആണെങ്കിലും ഒക്കെ പോരാട്ട സംഘങ്ങൾ എന്ന് വിളിക്കാനുള്ള കാരണം അതാണ്. അപ്പോൾ ഫലസ്തീനിയൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് മിഡിൽ ഈസ്റ്റ് ആഗോളാടിസ്ഥാനത്തിൽ ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് ബദലായി ഈ മേഖലയിൽ ഇന്ത്യ മുൻനിരയിൽ നിൽക്കെ മുന്നോട്ട് വച്ച ഒരു വലിയ പദ്ധതിയാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി. അത് കഴിഞ്ഞ G20 ഉച്ചകോടിയിലാണ് അത് സംബന്ധിച്ചുള്ള ധാരണയാക്കിയത്. അപ്പോൾ അത് നടപ്പാക്കപ്പെടാതിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രാഥമികമായ കാരണം ഇസ്രായേൽ ഗസയിൽ നടന്നിട്ടുള്ള അധിനിവേശമായിരുന്നു. ഒരുപക്ഷെ ഒക്ടോബർ 7-ഉം അതിനുശേഷം ഇന്ന് നടക്കുന്നത് പോലെയുള്ള വംശീയ ഉന്മൂലനം അവിടെ നടന്നില്ലായിരുന്നുവെങ്കിൽ ആ മേഖലയിൽ ഈ വലിയ സാമ്പത്തിക പദ്ധതി യാഥാർത്ഥ്യമാകുമായിരുന്നു. അപ്പോൾ അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾക്ക്, സമാധാനം കാക്ഷിക്കുന്ന ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചോളം നമുക്ക് വികസനവുമായി ബന്ധപ്പെട്ടും സമാധാനവുമായി ബന്ധപ്പെട്ടും ഒക്കെ യോജിച്ച വികസനത്തിൻ്റെ സാധ്യതകൾ മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരം പദ്ധതികൾ അനിവാര്യമാണ്. അതുകൊണ്ട് ഈ മേഖലയിൽ യുദ്ധം അവസാനിക്കേണ്ടത് അമേരിക്കയുടെ താല്പര്യമാണ്, ഇന്ത്യയുടെ താല്പര്യമാണ്. മാത്രമല്ല, ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളും, പ്രമുഖ രാജ്യങ്ങളും യുദ്ധം അവസാനിക്കേണ്ടത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ആവശ്യമാണ്, അമേരിക്കയുടെ ആവശ്യമാണ്. പുതിയ അമേരിക്കൻ ഭരണകൂടം വിദേശത്തെ യുദ്ധങ്ങൾക്ക് സ്വന്തം പണവും ആളുകളെയും അയക്കാൻ താല്പര്യപ്പെടുന്ന ഭരണകൂടവുമല്ല. അപ്പോൾ ആത്യന്തികമായി യുദ്ധം അവസാനിക്കുന്ന ശ്രീ വിൻസെന്റ്, ഈ സംഘർഷത്തിന്റെ അടിസ്ഥാന കാരണം പരിഹരിക്കണം. അതിലേക്ക് പോകാൻ അമേരിക്ക തയ്യാറാകുമ്പോൾ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്ന അവരുടെ സ്വപ്നം പൂവണിയുകയാണ്. ഈ ഇസ്രായേലിൻ്റെ ത്രെട്ട് ഒഴിവാക്കാനുള്ള, ഇസ്രായേൽ എന്ന രാജ്യത്തിന് സുരക്ഷാ ഭീഷണി ഒഴിവാക്കാനുള്ള ഏക മാർഗം, അതിലേക്ക് കടക്കാൻ അമേരിക്ക തയ്യാറാകുമോ, അതോ ഈ യുദ്ധം എന്ന ബേർഡനിലെ അവസാനിപ്പിച്ച് ഒഴിഞ്ഞു കളയുമോ അവരെന്ന എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കാൻ പറ്റില്ല. കാരണം ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വാതന്ത്ര്യ സമരമാണല്ലോ. നമ്മൾ വളരെ ലളിതമായി ഫലസ്തീനിൽ സംഘങ്ങൾ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനം അല്ലെങ്കിൽ ചില ടെററിസം ഒരു ടാറ്റിക്സായി ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്ന് ലോകത്തിലെ ഏറ്റവും സുദീർഘമായ സ്വാതന്ത്ര്യ സമരമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കൂട്ടത്തിൽ അവർ സ്വാതന്ത്ര്യ സമരത്തിലായിരുന്നു. നമ്മൾ അവരോട് ഐക്യപ്പെട്ടതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പോലെ തന്നെ ഒരു സമരമായിട്ടാണ് ഫലസ്തീനികൾ വിമോചന പോരാട്ടത്തെ ഗാന്ധിയും നെഹ്റുവും നേതാജി സുഭാഷ് ചന്ദ്രബോസ് അടക്കമുള്ള ഇന്ത്യൻ ദേശീയ നേതാക്കൾ കണ്ടത്. 1927, 1936, 48 ഒക്കെ ഫലസ്തീനി വിമോചന പ്രസ്ഥാനത്തോട്, അവിടെ സമരം ചെയ്യുന്ന ആളുകളോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിനുശേഷം ഭാരതവും ഐക്യപ്പെട്ടതാണ്. ഈ ഒരു വസ്തുത ലോകത്തിന് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ഇത് സ്വാതന്ത്ര്യ സമരമാണ്. ഫലസ്തീനികൾക്ക് ഇന്നത്തെ ഗസയും ഇന്നത്തെ വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുസലേമെങ്കിലും ചേർത്തുകൊണ്ട് ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണമെന്ന കരാർ, ആ കരാറിൽ എഴുതി ഒപ്പിട്ടതാണ് ഇസ്രായേൽ. അതെങ്കിലും നടപ്പാക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഇനി ലോകത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ആ കോഴ്സിനെ ഏറ്റെടുക്കാൻ ലോകത്തിന് ബാധ്യതയുണ്ട്. ആ സന്ദർഭം വന്നിരിക്കുന്നതാണ്. നാസർ, ഇതിനകത്ത് ഇപ്പം നമ്മൾ ഇസ്രായേലിൽ നിന്നുള്ള അപ്ഡേറ്റിനാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് നേരത്തെ ഈ പാനൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ വെടിനിർത്തൽ കരാർ ഏതെങ്കിലും നിലയ്ക്ക് അംഗീകരിക്കാതെ പോകാൻ കഴിയാത്ത രാഷ്ട്രീയ സമ്മർദ്ദത്തെ അവർ അഭിമുഖീകരിക്കുന്നുണ്ട്.
എന്നുണ്ട്. അപ്പോൾ ആ കരാർ സാധ്യമാക്കുമ്പോൾ നമ്മൾ ഹമാസിനോട് പരാജയപ്പെടുന്നു, നമ്മുടെ ത്രെട്ട് അവസാനിപ്പിക്കാതെ നമ്മൾ യുദ്ധം പാതിയിൽ നിർത്തുന്നു പോലെയുള്ള പ്രശ്നം അവിടെ ഉണ്ട്. വലിയ പ്രതിഷേധമുണ്ട്. സർക്കാരിനകത്ത് തന്നെ, ക്യാബിനറ്റിനകത്ത് തന്നെ ഭിന്നതയുണ്ട്. അത് ഇസ്രയേലിനകത്ത് ഉണ്ടാക്കാൻ പോകുന്ന, ഇസ്രയേൽ അഡ്മിനിസ്ട്രേഷനകത്ത് ഉണ്ടാക്കാൻ പോകുന്ന വലിയ റിഫ്റ്റും അല്ലെങ്കിൽ പതർച്ചയും എന്തായിരിക്കും? നിഷ്പക്ഷത്തിൽ ഏറ്റവും പ്രധാനമെന്നത് 100-ലേറെ വരുന്ന ഈ ബന്ദികളുടെ മോചനമാണ്. കാരണം ഇതിന് തുടക്കം മുതൽ തന്നെ ഒക്ടോബർ 7-ന്റെ ആക്രമണം നടന്ന് പിന്നെ നിരവധി ബന്ദികളെ ഹമാസ് പിടികൂടിയ ആ ഒരു ഘട്ടം മുതൽ തന്നെ ഈ ബന്ദികളുടെ ബന്ധുക്കൾ മാത്രമല്ല, അവിടുത്തെ പൊതുസമൂഹം പൂർണ്ണമായി തന്നെ ഈ ബന്ദികളുടെ ബന്ധുക്കൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. ജെറൂസലമിലും തെല്ലവീവിലും ഹൈഫയിലും അതോടൊപ്പമുള്ള ഇസ്രായേൽ നഗരങ്ങളിലൊക്കെ 10,000-ങ്ങൾ പങ്കെടുത്ത റാലികൾ അന്നു മുതൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരുമായി ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു പോസിറ്റീവായ ചർച്ചയ്ക്ക് പോലും നെതന്യാഹു തയ്യാറായിരുന്നില്ല. പക്ഷേ ഇന്നലെയും മെനിയാന്നുമായി ഈ ബന്ദികളുടെ ബന്ധുക്കളുമായി നെതന്യാഹു സംസാരിക്കുന്നു. ബന്ദികളെ പൂർണ്ണമായിട്ടും സുരക്ഷിതമായി ജീവനോടുകൂടി തങ്ങൾ തിരിച്ചെത്തിക്കും, അത് തങ്ങളുടെ ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ് എന്നൊക്കെ പറയുന്നത് നെതന്യാഹുവാണ്. അതുകൊണ്ട് തന്നെ ഈ ഇസ്രായേൽ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ബന്ദികളുടെ തിരിച്ചുവരവ് ഏറ്റവും പ്രധാനമായി കാണുന്ന വലിയൊരു വിഭാഗം ജനത, ഏതാണ്ട് 40% വരുന്ന ജനത അവിടെയുണ്ട്. അതേസമയം തന്നെയാണ് തീവ്ര വലതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ബെൻഗവിറും സ്മോട്രിക്കും ഒക്കെ അതിൻ്റെ വക്താക്കളാണ്. കാരണം ഫലസ്തീൻ ജനതയെ ഒരു നിലക്കും നാം പിന്നെ അവർക്ക് ഒരു നിലക്കുമുള്ള പിന്തുണ നൽകരുത്, അവർക്ക് ജീവിക്കാനുള്ള അവകാശം പോലും നൽകരുത്, ഗസ നമ്മുടെ സ്വന്തമാണ്, അവിടെയും നമ്മൾ കുടിയേറ്റം വ്യാപിപ്പിക്കണം എന്നൊക്കെ പറയുന്ന ബെൻഗവിറിൻ്റെയും സ്മോട്രിക്കിൻ്റെയും ഈ തീവ്ര വലതുപക്ഷ നിലപാടിനെ പിന്തുണയ്ക്കുന്ന മറ്റൊരു വിഭാഗവുമുണ്ട്. അപ്പോൾ ആഭ്യന്തരമായ ഈ സംഘർഷം, ഈ ഭിന്നത സ്വാഭാവികമായിട്ടും ഈ കരാറിൻ്റെ ഇപ്പോൾ ഒപ്പുവെക്കാൻ വൈകുന്നതിൻ്റെ ഒരു ഘടകം തന്നെയാണ്. പക്ഷേ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ അമേരിക്കൻ ആയുധങ്ങൾ, അമേരിക്കയുടെ രാഷ്ട്രീയ പിന്തുണ, അമേരിക്കയുടെ നയതന്ത്ര പിന്തുണയില്ലാതെ ഇസ്രായേൽ എന്ന രാജ്യത്തിന് ഒരു നിലയ്ക്കും മുന്നോട്ട് പോവുക അസാധ്യവുമാണ്. അതുകൊണ്ട് ട്രംപുമായിട്ട് തുറന്ന ഏറ്റുമുട്ടലിന് പോകണമോ അതല്ല ഈ സൈനികമായി തന്നെ ഈ കാര്യങ്ങൾ കൊണ്ടുപോകണമോ എന്ന് വരുമ്പോൾ സാമ്പത്തികമായി പോലും വലിയ പ്രതിസന്ധിയിലേക്ക് അകപ്പെട്ട ഇസ്രായേൽ എന്ന രാജ്യത്തെ നമ്മൾ കാണാതെ പോകരുത്. കാരണം വലിയ തോതിലുള്ള തൊഴിൽ നഷ്ടങ്ങൾ, വലിയ തോതിലുള്ള സാമ്പത്തിക തിരിച്ചടികൾ, വലിയ തോതിലുള്ള വിവിധ ടൂറിസം ഉൾപ്പെടെയുള്ള മേഖല നേരിട്ട തിരിച്ചടികൾ, ഇതൊക്കെയും വലിയ തോതിലുള്ള സാമ്പത്തിക തിരിച്ചടി ഇസ്രായേൽ എന്ന രാജ്യത്ത് രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആഭ്യന്തര സമ്മർദ്ദത്തെ ഒരു ഭാഗത്തും അമേരിക്കൻ പിന്തുണ മറുഭാഗത്തും ഇത് വരുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ പ്രഖ്യാപിച്ച കരാറിലേക്ക് തന്നെ വരും. പക്ഷേ അതിന് ഒരു പക്ഷേ മണിക്കൂറുകൾ എടുത്താൽ പോലും ഇന്നല്ലെങ്കിൽ നാളെ ആ തീരുമാനം ഉണ്ടാകാതെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഒരു മാർഗമില്ല. ഞായറാഴ്ച രാത്രിയോടുകൂടി തന്നെ കരാർ വരും. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുടർ ഘട്ടങ്ങളിൽ ഈ ആദ്യത്തെ 42 ദിവസം 33 ബന്ദികളെ വിട്ടുകൊടുക്കും, സൈനിക പിന്മാറ്റം ഘട്ടം ഘട്ടമായിട്ട് നടക്കും. അപ്പോൾ തുടർ ഘട്ടങ്ങളിൽ കുറെ കൂടി വിലപേശാനും അങ്ങനെ പുതിയ ട്രംപ് ഭരണകൂടവുമായിട്ട് ആ വിലപേശലിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് കൂടുതലായിട്ട് ചില ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ, ആയുധ വിതരണം ഉൾപ്പെടെ, ആയുധമായിട്ടുള്ള സമ്പത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കുറെ കൂടി ഈ വിലപേശൽ തന്ത്രം മുന്നോട്ട് കൊണ്ടുപോകുക എന്നതായിരിക്കും നെതന്യാഹു സ്വീകരിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ബെൻഗവിറുമായിട്ടും സ്മോട്രിക്കുമായിട്ടും ഒക്കെ ഈ രാത്രിയിലും തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നത്. അതുകൊണ്ട് ആ ചില ഉറപ്പുകളുടെ ബലത്തിൽ, കാരണം ഭാവിയിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നയതന്ത്ര തലത്തിലും സാമ്പത്തിക തലത്തിലും ആയുധങ്ങളുടെ തലത്തിലും ചില ഉറപ്പുകൾ ട്രംപ് നൽകാനുള്ള വലിയ സാധ്യതയുണ്ട് ഈ കരാറിൽ ഒപ്പുവെക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട്. അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള നീക്കമുണ്ടാവും. പക്ഷേ സ്വതന്ത്ര പലസ്തീൻ എന്നത് അത്തരമൊരു രാഷ്ട്രത്തിൻ്റെ നിർദ്ദേശം പോലും സ്വീകരിക്കാവുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു പക്വതയിലേക്ക് ഇസ്രായേൽ എന്ന രാജ്യമോ അവിടുത്തെ നേതൃത്വമോ ഇനിയും എത്തിയിട്ടില്ല. ഫലസ്തീനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കോംപ്രമൈസിന്റെ മാനസികാവസ്ഥയിലേക്ക് അവർക്ക് എത്താൻ കഴിയുന്നില്ല. ചർച്ചയിലേക്ക് വീണ്ടും സിതാജ് ആലുവ, നോക്കൂ, 15 മാസം നീണ്ടുനിന്ന ഈ ആക്രമണത്തിലൂടെ ഗസ എന്ന സ്ഥലത്തെ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അവരുടെ ഒരു ദീർഘകാല ലക്ഷ്യം ഒക്ടോബർ 7 മുൻനിർത്തിക്കൊണ്ട് വളരെ വേഗത്തിൽ അവർ അച്ചീവ് ചെയ്തതുപോലെ 80% കെട്ടിടങ്ങൾ തകർത്തു, മനുഷ്യർക്ക് തിരിച്ചു വരാനുള്ള സ്ഥലങ്ങൾ ഇല്ലാതാക്കി, ഒരു വിഭാഗം മനുഷ്യരെ അഭയാർത്ഥികളാക്കി. ഇനിയിപ്പോൾ ഗസയുടെ പുനർനിർമ്മാണം ഏത് കാലത്ത് അവസാനിക്കും? പക്ഷേ ഒരു തലമുറ പുനർനിർമ്മാണം പൂർത്തിയാവും മുമ്പേ അവസാനിച്ചു പോയേക്കാം. അപ്പോൾ ഇത് ഗസയുടെ റീബിൽഡ് എല്ലാ അർത്ഥത്തിലും, ബൈ ഓൾ മീൻസ് അവരുടെ റീബിൽഡ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ. കെട്ടിടങ്ങൾ ഉണ്ടാക്കുക, അവരുടെ ജീവിത പരിസരം ഉണ്ടാക്കുക, അവരുടെ മനുഷ്യാവകാശങ്ങളെ തിരികെ കൊണ്ടുവരിക പോലെയുള്ള സംഗതികൾ എന്തുമാത്രം വലിയ ടാസ്ക് ആയിരിക്കും ലോകത്തിൻ്റെ മുൻപിൽ, പ്രത്യേകിച്ച് ഒരു നിസ്സഹകരണ സംഘമായ ഇസ്രായേൽ അപ്പുറത്ത് നിൽക്കേ?
തീർച്ചയായിട്ടും വളരെ വലിയ ഒരു ടാസ്ക് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം 85% അല്ലെങ്കിൽ 90% കെട്ടിടങ്ങളും വാസയോഗ്യമല്ലാത്തവണ്ണം തകർത്ത് തരിപ്പണമാക്കി. ഹോസ്പിറ്റലുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികൾ, സ്കൂളുകൾ, അതുപോലെ സിവിൽ ഡിഫൻസ്, ഫയർ, മുനിസിപ്പാലിറ്റി കെട്ടിടങ്ങൾ, അങ്ങനെ തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും ഇല്ലാതായി വളരെ ഒരു പ്രിമിറ്റീവ് സ്റ്റേജിലേക്ക് ഗസയെ ഇസ്രായേൽ കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതേ സന്ദർഭത്തിൽ ഈ കരാറിന്റെ, ഈ വെടിനിർത്തൽ കരാറിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലോസ് ആയിട്ട് ഇതിന്റെ അവസാന ഘട്ടത്തിൽ ആ പുനർനിർമ്മാണത്തിന് സഹായം ചെയ്യും എന്നത് ഇസ്രായേൽ കൂടി ഈ സീസ് ഫയർ അഗ്രിമെന്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. പക്ഷേ ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വരും. തുടക്കം മുതൽ ഇപ്പോ ഈവൻ 600 ട്രക്കുകൾ, ഹ്യൂമാനിറ്റേറിയൻ എയ്ഡുമായിട്ട് 600 ട്രക്കുകൾ എല്ലാ ദിവസവും ഗസയിലേക്ക് പ്രവേശിക്കും എന്ന ആ പോയിന്റിൽ തന്നെ പലപ്പോഴും അതിന് തടസ്സങ്ങൾ നിൽക്കാൻ, പ്രത്യേകിച്ച് വളരെ തീവ്രമായിട്ടുള്ള ഇതിനെതിരെ പ്രവർത്തിക്കുന്ന സംഘങ്ങൾ ഫിസിക്കലായി തന്നെ അതിനെ അസോൾട്ട് ചെയ്യാനുള്ള, അതിന് പ്രതിഷേധ പ്രകടനങ്ങളിലൂടെ നേരിടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അവിടെ മുതൽ തുടങ്ങി ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് വിതരണം ചെയ്യുന്നിടത്ത് തുടങ്ങി ഗസയുടെ പുനർനിർമ്മാണത്തെ വരെ പൂർണ്ണമായും അതിനെ തടസ്സപ്പെടുത്താൻ, അതിന് മുന്നിൽ വെല്ലുവിളികൾ വലിച്ചിടാനായിട്ട് ഈ ഇസ്രായേലി ഭരണകൂടവും അതുപോലെ അവിടെ തീവ്രമായി ചിന്തിക്കുന്ന ആളുകളും മുതിരും എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, ഈ 15 മാസത്തെ ചെറുത്തുനിൽപ്പിലൂടെ ഗസക്കാർ ഇസ്രായേലിനും ലോകത്തിനും കൊടുത്ത സന്ദേശം എന്ന് പറയുന്നത്, ഞങ്ങളോട് ഈക്വലായി സംസാരിക്കാൻ, ഈക്വൽ റൈറ്റ് ഉള്ള ഒരു ജനതയായിട്ട് സംസാരിക്കാൻ ഇനി ലോകം തയ്യാറായേ പറ്റൂ. പ്രത്യേകിച്ച് ഇസ്രായേലിലെ ജൂത ഭരണകൂടം അതിന് മുൻകൈയെടുത്ത് പറ്റൂ എന്ന ഒരു അണിക്യുവോക്കൽ മെസ്സേജ്, അവിതർക്കിതമായ ഒരു മെസ്സേജ് അവർ കൊടുത്തു കഴിഞ്ഞു. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ആവനാഴിയിലുള്ള എല്ലാ അസ്ത്രങ്ങളും അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും ഒക്കെ അണിനിരന്നുകൊണ്ടുള്ള പൂർണ്ണമായ പിന്തുണയോടുകൂടി എല്ലാ ആയുധങ്ങളും പുറത്തെടുത്തു കഴിഞ്ഞു. സകല അടവുകളും പുറത്തെടുത്തു. ഇതൊക്കെ എക്സോസ്റ്റീവായിട്ട്, അതെല്ലാം എക്സോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഒരു സീസ് ഫയറിന് തയ്യാറായിരിക്കുന്നത്. അതുകൊണ്ട് എന്നിട്ടും ഞങ്ങൾ പിടിച്ചു നിന്നു. വീണ്ടും ഒരു നക്കബയെ, ഒരു കൂട്ടപലായനത്തെ അഭിമുഖീകരിക്കാതെ ഞങ്ങളുടെ മണ്ണിൽ ഇന്നിപ്പോ നോക്കൂ, ഈ സീസ് ഫയറിനെ കുറിച്ചുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമ പ്രവർത്തകർ അവരെ സമീപിച്ചപ്പോൾ ഏതാണ്ട് എല്ലാ ഫലസ്തീനികളും ഒരേ സ്വരത്തിൽ പറയുന്നത്, ഞങ്ങൾ ഇവിടെ ഉറച്ചു നിൽക്കുന്നു, ഞങ്ങൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് സ്കൂളുകൾ നഷ്ടപ്പെട്ടു, ഞങ്ങളുടെ ബന്ധുക്കൾ മരിച്ചുപോയി, ഞങ്ങളുടെ വേണ്ടപ്പെട്ട ഒരുപാട് സംഗതികൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ടതെല്ലാം പോയിട്ടുണ്ട്. പക്ഷേ ആത്മാഭിമാനത്തോടുകൂടി ഈ മണ്ണിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും എന്നത് തന്നെയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രേരകവും പ്രചോദനവും എന്നവർ പറയുന്നു. വാസ്തവത്തിൽ അതിനെയാണ്, ആ ഒരു കോൺഫിഡൻസിനെയാണ് ഈ ഇസ്രായേലിന് ഇനി നേരിടേണ്ടി വരിക. അതായത് ഈ മരിക്കാൻ ഇത്രയധികം എല്ലാവിധ ഒരു വംശഹത്യയുടെ മുഖത്ത് പോയി നിന്നിട്ട് തിരിച്ചു വന്ന ഒരു ജനതയെ ഇനി ഏതെങ്കിലും അർത്ഥത്തിൽ പേടിപ്പിക്കാൻ, ആയുധങ്ങൾ ഉപയോഗിച്ച് പേടിപ്പിക്കാൻ ഒരിക്കലും ഇസ്രായേലിന് സാധിക്കില്ല എന്നത് ഈ സംഘർഷം, പ്രത്യേകിച്ച് തൂഫാനുൽ അക്സ എന്ന് ഹമാസ് പേരിട്ട് വിളിച്ച ആ ഒരു അൽ അക്സ ഫ്ലഡ്സ്, അത് ചരിത്രത്തിൽ ഐതിഹാസികമാകുന്നത് അങ്ങനെയാണ്. അപ്പോ ഫലസ്തീനികൾക്കുള്ള അവകാശങ്ങളെ അവഗണിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ലോകത്തിന് മുന്നിൽ തന്നെ ഇപ്പൊ നോക്കൂ, ഈ ഇസ്രായേലിനെ ഈ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്ത പല രാജ്യങ്ങളും അർത്ഥത്തിൽ ഇപ്പോ അവരുടെയൊക്കെ ജനങ്ങളുടെ മുന്നിൽ നല്ലൊരു വിഭാഗം, എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, നല്ലൊരു വിഭാഗം ജനങ്ങളുടെ മുന്നിൽ അവർ മുഖം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. ഇപ്പോ യൂറോപ്പിലൊക്കെ നടക്കുന്ന ചില ഇസ്രായേലിനെതിരെ നടക്കുന്ന ചില സംഗതികൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊക്കെ അത്ഭുതം തോന്നും. കാരണം ഒരു പക്ഷേ നമ്മൾ തീവ്ര വലതുപക്ഷം ശക്തി ആർജിക്കുന്ന യൂറോപ്പിൽ എന്ന് പറയുമ്പോൾ തന്നെ അതിന് മറുവശത്ത് ഇസ്രായേലി പട്ടാളക്കാരെ 1000 പട്ടാളക്കാരെ കൃത്യമായി ലിസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ പേര് വിവരങ്ങൾ അടക്കം, വീഡിയോയും ഫോട്ടോകളും അടക്കം അവർക്കെതിരെ കൃത്യമായി കേസ് ഫയൽ ചെയ്യുന്നതിന് നെതർലാൻഡ്സിലെ ഒരു സംഘം മുന്നോട്ട് വരുന്നു. അതുപോലെ തന്നെ ഒരു പലസ്തീൻ ബാലികയുടെ പേരിൽ രൂപീകരിച്ച ഒരു സംഘം, അവര് ഈ ഇസ്രായേലിന്റെ വാർ ക്രൈംസിനെ കൃത്യമായി റെക്കോർഡ് ചെയ്തുകൊണ്ട് അതിനെ ഒരു തിങ്ക് ടാങ്ക് മോഡലിൽ ആ ഓരോ വാർ ക്രൈമും
വളരെ വ്യക്തമായി റെക്കോർഡ് ചെയ്തുകൊണ്ട് അതിനെതിരെ ഇനി അങ്ങോട്ട് ഇത്തരം സംഗതികൾ ഇസ്രായേൽ അഭിമുഖീകരിക്കേണ്ടി വരും. തീർച്ചയായിട്ടും പലതരത്തിലുള്ള ലീഗൽ ഇപ്പോ BP ബ്രിട്ടീഷ് പെട്രോളിയത്തിനെതിരെ UK ഒരു കേസ് കൊടുക്കുന്നു. കാരണം അവർ ഇസ്രായേലിന് ഓയിൽ സപ്ലൈ ചെയ്യുന്നു. അസർബൈജാനിൽ നിന്ന് തുർക്കിയിലൂടെ പൈപ്പ് ലൈനിലൂടെ ഓയിൽ സപ്ലൈ ചെയ്തു, അത് നിർത്തണം എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടനിലെ മനുഷ്യാവകാശ പ്രവർത്തകർ BPക്കെതിരെ കേസ് കൊടുക്കുന്നു. ഞാൻ പറയുന്നത് ചില സാമ്പിളുകളാണ്. ഈ സാമ്പിളുകൾ നമ്മുടെ മുമ്പിൽ പറഞ്ഞു തരുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഇസ്രായേലിന്റെ നൈറ്റ് മെയർ തുടങ്ങാൻ പോകുന്നു. ഫലസ്തീനികളുടെ പേടി സ്വപ്നം അവസാനിക്കുമ്പോൾ ഇസ്രായേലിന്റെ നൈറ്റ് മെയർസ് തുടങ്ങാൻ പോകുന്നു എന്ന ഒരു ചരിത്ര ഗതിയിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ ഫലസ്തീനികളുടെ ഇത്തരം അവകാശങ്ങൾ സ്വന്തം നാട്ടിൽ ജീവിക്കാനുള്ള അവരുടെ അവകാശം, അവർക്ക് വിദ്യാഭ്യാസം നേടാനുള്ള, അവരുടെ മക്കൾക്ക് വളർന്നു വരാനുള്ള അവകാശങ്ങളെയൊക്കെ നിഷേധിച്ചുകൊണ്ട് ഒരർത്ഥത്തിലും ഇത്തരം റിസ്റ്റോറേഷൻ പ്രക്രിയയെ, അവരുടെ റീകൺസ്ട്രക്ഷൻ പ്രോസസ്സിനെ ഏതെങ്കിലും അർത്ഥത്തിൽ തടസ്സപ്പെടുത്തി കളയാം എന്നത് ഇസ്രായേലി ഭരണകൂടത്തിന് പെട്ടെന്ന് സാധിക്കുന്ന ഒരു സംഗതിയല്ല. എത്ര കാലം മുന്നോട്ട് പോകുന്ന ചോദ്യത്തിന് ആ കാലം അവസാനിച്ചു എന്ന മട്ടിലുള്ള സൂചനകൾ പുറത്തു വരുന്നു എന്നാണ്. സജി മാർക്കോസ്, ഇതിനകത്ത് ഗസ ഒരു വെടിനിർത്തലിലേക്ക് പോകുമ്പോൾ ഗസയുടെ പുനർനിർമ്മാണത്തിന് ആര് നേതൃത്വം കൊടുക്കുന്നു, ഗസയെ ആര് ഭരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ചോദ്യവും അവിടെ ഉണ്ട്. നിലവിലിപ്പോൾ ഗസയിലെ മനുഷ്യർ തെരഞ്ഞെടുത്ത ഹമാസ്, അവരുടെ പ്രതിരോധത്തിന് നേതൃത്വം കൊടുക്കുന്ന ഹമാസാണ് അവിടെ ഉള്ളത്. ഹമാസിനെ അദൃശ്യമാക്കിക്കൊണ്ടും അതിനെ അപ്രസക്തമാക്കിക്കൊണ്ടും മാറ്റി നിർത്തിക്കൊണ്ടും വേറെ ഒരു സംവിധാനം കൊണ്ടുവന്ന് അവിടെ ഭരിക്കുക എന്നത് എന്തുമാത്രം പ്രായോഗികമായിരിക്കും ഗസയുടെ കാര്യത്തിൽ? രണ്ടാമത്തേത്, പൂർണ്ണമായും ഹമാസിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഗസയെ മാറ്റിയെടുക്കുക എന്ന പ്രഖ്യാപനം അസാധ്യമാണെന്ന് ലോകത്തിന് മനസ്സിലാവുന്നു. അത് അമേരിക്ക പോലും പറയുന്നു. അതിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നത് അപ്രായോഗികമായ ഒന്നാണ്, അത് ഞങ്ങൾ പറഞ്ഞിട്ട് ഇസ്രായേലിന് മനസ്സിലാവുന്നില്ല എന്ന്. അപ്പോൾ ഹമാസ് എന്ന സംവിധാനത്തെ അംഗീകരിക്കേണ്ട ഒരു പോയിന്റിലേക്ക് കൂടി ലോകം എത്തുമെന്ന് വിചാരിക്കണോ? ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിഷാദെ, ഇന്ത്യ ആരാണ് ഭരിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്, അത് രാഹുൽ ഗാന്ധിയാണോ ഭരിക്കേണ്ടത്, അത് നരേന്ദ്രമോദിയാണോ ഭരിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ഇന്ത്യക്കാരാണ്. അതിന് പുറത്ത് പാകിസ്ഥാൻ അല്ല തീരുമാനിക്കാൻ. നമുക്ക് ഇന്ത്യയിലായി വിയോജിപ്പുകൾ ഉണ്ടാവാം, പക്ഷെ എന്നാലും ഇന്ത്യക്കാരാണ് തീരുമാനിക്കുന്നത് ഇന്ത്യയിൽ ആര് ഭരിക്കണമെന്നുള്ളത്. അതുകൊണ്ട് പലസ്തീനികളുടെ ഭരണം ആരുടെ കയ്യിലായിരിക്കണം, എത്തരത്തിലുള്ള ഭരണകൂടമാണ് വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഇസ്രായേലല്ല, അമേരിക്കയല്ല, യൂറോപ്പല്ല, ആരുമല്ല, നമ്മളുമല്ല. അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കുന്ന ഭരണകൂടവും അവർക്ക് വേണ്ട തരത്തിലുള്ള ഭരണകൂടവുമാണ് അവിടെ വരേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലാണോ അങ്ങനെയല്ലേ നടക്കും? അല്ല പാകിസ്ഥാനല്ലോ തീരുമാനിക്കുന്നത് ഇന്ത്യ ആരാ ഭരിക്കേണ്ടതെന്നുള്ളത്, ഇസ്രായേലല്ലേ തീരുമാനിക്കേണ്ടത്, ഹമാസ് ആണോ ഭരിക്കേണ്ടത്, മറ്റാരെങ്കിലും ആണോ ഭരിക്കേണ്ടത് എന്നുള്ളത് അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കണം. നമുക്ക് എന്താ അഭിപ്രായം പറയാം, അതിനകത്ത് ഇടപെടേണ്ട യാതൊരു കാര്യവും നമുക്കില്ല. അതുകൊണ്ട് ആ കാര്യത്തിനകത്ത് ഇസ്രായേൽ വെച്ചിരിക്കുന്നത് ഒരു കാലത്ത് നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. ആ ജനങ്ങളുടെ സ്വയം നിർണ്ണാവകാശത്തിന് മേൽ ഒരു വിധത്തിലുള്ള അധികാരവും ഇസ്രായേലിനില്ല. അത് നടക്കുകയില്ലെന്ന് കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങൾ കൊണ്ട് അവർ തെളിയിക്കുകയും ചെയ്തിരിക്കുന്നു. എനിക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് പറയാനുള്ളത്, ഇപ്പോൾ താജ് പറഞ്ഞൊരു കാര്യത്തിൽ, ഞാൻ ഈ മേഖലയിൽ നഗരാസൂത്രണവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നതുകൊണ്ട് ഒരു ദിവസത്തെ 600 ട്രക്കല്ല 6000 ട്രക്ക് കടത്തിവിട്ടാൽ പോലും പെട്ടെന്നൊരു പുനർനിർമ്മാണം നടക്കാൻ കഴിയാത്ത വണ്ണം അവിടുത്തെ വീടുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ തകർത്തിരിക്കുന്നു. അപ്പൊ അതേസമയം അങ്ങോട്ട് ഇസ്രായേലിന്റെ അനുവാദം കൂടാതെ കടൽ വഴിയോ കരൽ വഴിയോ അങ്ങോട്ട് ഈ കിട്ടുന്ന നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകാനും വയ്യ. അങ്ങനെ വലിയൊരു പ്രതിസന്ധി ഇപ്പൊ ശരിക്കും ഇനി ഈ വെടിനിർത്തൽ വന്നു കഴിഞ്ഞാലും ഗസയിൽ അവശേഷിക്കുന്നുണ്ട്. അവിടെ ആശുപത്രികളില്ല, ഹോസ്പിറ്റലുകളില്ല, മരുന്നുകളില്ല, ആഹാര സാധനങ്ങളില്ല. ഇതെല്ലാം കൊണ്ടുവരേണ്ടതുണ്ട്. പിന്നെ ഈ ബന്ദികൾ വിട്ടുകൊടുക്കണം, അതിനുവേണ്ട ക്രമീകരണങ്ങളുണ്ട്. അത് തിരിച്ചു കൊണ്ടുവരേണ്ടതായ ഇവിടെ വളരെ പ്രധാനപ്പെട്ട പലരെയും 2011 വിട്ടവരെ വീണ്ടും റീ അറസ്റ്റ് ചെയ്തവരുണ്ട്. അതിൽ തന്നെ ഏതാണ്ട് 5000-ഓളം പേര് കുറ്റപത്രം കൊടുക്കാതെ അവിടെ ജയിലിൽ കിടന്നു. നമ്മൾ ഈ ബന്ദികൾ എന്ന് പറയുന്ന പ്രയോഗം ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്നവർ ബന്ദികളും പാലസ്തീനിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ തടവുകാരൻ എന്ന് പറയുന്ന പ്രയോഗം ശരിയല്ല. പാലസ്തീനിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയവരും ബന്ദികൾ തന്നെയാണ്. പിന്നെ ഒരു ഭരണകൂടം ഉണ്ടെന്നുള്ളതുകൊണ്ട് നമ്മളതിനെ പോളിഷ് ചെയ്ത് ഭാഷയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ ഏതാണ്ട് 5000-ഓളം പലസ്തീനികൾ വിചാരണ ചെയ്യാതെ കുറ്റപത്രം കൊടുക്കാതെ കുട്ടികളും സ്ത്രീകളും അടക്കം ബന്ദികളായിട്ട് തന്നെയാണ് അവരവിടെ ഇരിക്കുന്നത്, ഈ ഇസ്രായേലിലെ ജയിലുകളിൽ ഇരിക്കുന്നത്. അപ്പൊ ഇവരെ എല്ലാം കൈമാറ്റം ചെയ്യപ്പെടേണ്ടതുണ്ട്. രാഷ്ട്ര പുനർനിർമ്മാണം നടത്തേണ്ടത് വലിയൊരു പ്രതിസന്ധിയാണ്. ഒരർത്ഥത്തിൽ നമ്മൾ പറഞ്ഞാൽ വളരെ ക്രൂരമായി പോകുമെങ്കിലും മരിച്ചവർ പക്ഷേ ഭാഗ്യവാന്മാരെന്ന് പറയേണ്ട ഒരു അവസ്ഥയിലാണ് ഇന്ന് ഗസയിലെ അവസ്ഥ. ജീവിച്ചിരിക്കുന്ന മനുഷ്യ അതിനേക്കാൾ ഗതികെട്ട അവസ്ഥയിലാണ്. അപ്പൊ അതിന് ഒരു പുനർനിർമ്മാണം നടക്കേണ്ടതുണ്ട്, അത് മുമ്പോട്ട് വരേണ്ടതുണ്ട്. അതുകൊണ്ട് എനിക്കെന്തുകൊണ്ടോ ഈ പ്രത്യേകിച്ച് വിൻസെന്റ് പറയുന്ന അല്ലെങ്കിൽ പാലസ്തീൻ അനുകൂലമായി സംസാരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ പറയുന്ന 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നതോട് യോജിക്കുന്ന ഒരാളാണ് ഞാൻ. 2 സ്റ്റേറ്റ് സൊല്യൂഷൻ അവിടെ സാധ്യമല്ലാത്ത രീതി അത് ചിഹ്നഭിന്നമായി പോയിരിക്കുന്നു. മാത്രമല്ല ഇന്ത്യയും പാകിസ്ഥാനും പുറത്ത് കീരിയും പാമ്പും പോലെ തന്നെ ശത്രു രാജ്യങ്ങളെ സൃഷ്ടിക്കുക, അതൊരു ഒറ്റ രാജ്യമായി വൺ ഡെമോക്രാറ്റിക് കൺട്രിയായി തീരുമെന്നാണ് പൊളിറ്റിക്കലി എന്റെ ഒരു കാഴ്ചപ്പാട്. കാരണം അത് എന്ന് പറയുന്നത് എന്ത് പേര് വിടാം, ഇസ്രായേലിന്റെ പേരിടോ പാലസ്തീന്റെ പേരിടോ ചെയ്യാം. പക്ഷെ ഇന്നത്തെ ഇസ്രായേലിന്റെ ഭരണകൂടമായിരിക്കരുത്, അതൊരു അപ്പാർട്ടിയുടെ ഭരണകൂടമായിരിക്കരുത്, വംശീയ ഭരണകൂടമായിരിക്കരുത്, എല്ലാവർക്കും തുല്യതയുള്ളൊരു ഭരണകൂടമായിരിക്കണം. അവിടെ ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയാൻ പറ്റുന്നവരാണ്. ഈ തലമുറയിൽ നടന്നില്ലെന്ന് വന്നേക്കാം, അടുത്ത തലമുറയിൽ നടക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം അതിനെതിരെ നിൽക്കുന്നത് ഇസ്രായേൽ ജനതയല്ല, ഇസ്രായേൽ ഭരണകൂടമാണ്.
അതുകൊണ്ട് അത്തരം ഭരണകൂടങ്ങൾ മാറി വരുമ്പോൾ ഇപ്പോഴത്തെ പുതിയ തലമുറ, യഹൂദന്മാർ ഉൾപ്പെടുന്ന പുതിയ തലമുറ, ഇസ്രയേലിലുള്ളതും പുറത്ത് മറ്റ് രാജ്യങ്ങളിലുള്ള തലമുറയിൽപ്പെടുന്ന പലരും അതിനെ അനുകൂലിക്കുകയും ഇത്തരത്തിലുള്ള പരിഹാരമാണ് നമ്മൾ സ്വപ്നം കണ്ടത്. അല്ല, ശ്രീ പി ജെ വിൻസെന്റ്, ഈ ശാശ്വതമായ പരിഹാരത്തിന് സ്വപ്നം കാണുമ്പോൾ അതിന് മുന്നിൽ അമേരിക്ക ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. ഈ യുദ്ധം ലോകം മുഴുവൻ നിന്ന് കാണണമെന്ന് ആഗ്രഹിച്ചപ്പോഴും അതിന്റെ തുടർച്ച ഉറപ്പാക്കിയത് അമേരിക്കയുടെ പിന്തുണയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഏത് യുദ്ധം എവിടെ തുടങ്ങണം, അവസാനിപ്പിക്കണമെന്നതിൽ ഇപ്പോഴും അമേരിക്കയ്ക്ക് ഒരു സേ ഉണ്ട്. ഏത് രാഷ്ട്രം സ്ഥാപിതമാവണം, ഏത് പ്രശ്നം പരിഹാരമാകാതെ കിടക്കണമെന്നതിലെല്ലാം അമേരിക്കയ്ക്ക് നിർണായകമായ റോളുണ്ട്. അപ്പോൾ ഒരു ജൂത ലോബി ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു ഫലസ്തീൻ രാഷ്ട്രം, അതിൻ്റെ സംസ്ഥാപനത്തിന് അമേരിക്ക കൂടി നിന്നു കൊടുക്കുക എന്നത്, നമ്മൾ ജൂത ലോബിയെക്കുറിച്ച് പറയില്ല, അമേരിക്കയിലെ നയങ്ങളെപ്പോലും സ്വാധീനിക്കാൻ ശേഷിയുള്ള ഇസ്രയേലിൻ്റെ സൈനികേതരമായ കരുത്ത്. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക അതിന് ഇനീഷ്യേറ്റീവ് എടുക്കുമോ എന്നാണ് ഞാൻ പിന്നെയും സംശയിക്കുന്നത്. അല്ല, അക്കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. ഇപ്പം സജി മാർക്കോസ് സാറ് സൂചിപ്പിച്ച കാര്യം പ്രസക്തമാണ്. 1948 ഭാരതം മുന്നോട്ട് വെച്ച പ്ലാനാണ് ഫെഡറൽ പ്ലാൻ. നിങ്ങൾ ഫലസ്തീൻ ഡിവൈഡ് ചെയ്യരുത്. ഇസ്രായേൽ രാഷ്ട്രമായിട്ടും അറബികളുടെ രാഷ്ട്രവും ജൂതന്മാരുടെ രാഷ്ട്രവും എന്ന നിലയ്ക്ക് ഫലസ്തീൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോകാവസാനം വരെ ഇവർ തമ്മിൽ യുദ്ധമായിരിക്കും ഉണ്ടാകുക. ഇന്ത്യ പാക് വിഭജനത്തിൻ്റെ അനുഭവം മുൻനിർത്തി അതിശക്തമായി ഇന്ത്യ അന്ന് വാദിക്കുകയുണ്ടായി. ഒരു ഫെഡറൽ സ്റ്റേറ്റ് ഉണ്ടാവണം, അത് ജൂതന്മാരുടെ ഒരു സ്വയംഭരണ മേഖലയും അറബികളുടെ ഒരു സ്വയംഭരണ മേഖലയും ചേർന്ന ഒരു ഏകീകൃത രാഷ്ട്രമായി നിൽക്കണം. അങ്ങനെ നിൽക്കാൻ പറ്റുന്ന വൈകാരികവും വംശീയവും മതപരവുമായ പാരസ്പര്യമുള്ള ഒരു ജനത കൂടിയാണ് അറബികളും അതുപോലെ യഹൂദരും. പരസ്പരം സഹോദരങ്ങളാണ്. പക്ഷേ പ്രശ്നം സയനിസത്തിൻ്റെതാണ്. ആ സയനിസം അതിൻ്റെ ഏറ്റവും വികൃതമായ, ഏറ്റവും തീവ്രമായ മുഖം കാണിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇപ്പോൾ. ഇപ്പോൾ സ്മോമിറ്റ്സിനെ പോലുള്ള ആളുകൾ, റിലീജിയസ് സയനിസ്റ്റ് പാർട്ടിയാണ് അതിശക്തമായി ഇപ്പോൾ ഈ കരാറിനെ എതിർത്തുകൊണ്ട്, അവർ ഫൈനാൻസ് മിനിസ്റ്ററാണ് എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അതോടൊപ്പം ഒരു ചെറിയ യുവതലമുറ അതിതീവ്ര വലതുപക്ഷത്തിലേക്ക് ഇസ്രായേൽ നീങ്ങിയിട്ടുണ്ട്. അവരാണ് ഇന്ന് ജെറുസലേമിൽ 300ഓളം വരുന്ന ചെറുപ്പക്കാർ റോഡ് തടഞ്ഞ് ഇതിനെതിരായിട്ട് സമരം ചെയ്യുന്നത്. അവർ 3 കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. 1, കോൺക്വസ്റ്റ്, പൂർണ്ണമായിട്ടും ഗസയെയും വെസ്റ്റ് ബാങ്കിനെയും കീഴടക്കുക. 2, അവരെ പുറത്താക്കുക. 3, അവിടെ സെറ്റിൽമെൻറ്റ് സ്ഥാപിക്കുക. അപ്പോൾ ഇങ്ങനെ ഈ 3 ലക്ഷ്യങ്ങളിലേക്കാണ് ഇസ്രായേൽ നീങ്ങേണ്ടത്. അതിന് പകരം വെടിനിർത്തൽ, കോൺക്വസ്റ്റ് അവസാനിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ വെടിനിർത്തലോടുകൂടി ഈ സൈനികമായി കീഴടക്കുക എന്നുള്ള പ്രക്രിയയാണല്ലോ അവസാനിക്കുന്നത്. അപ്പോൾ വെസ്റ്റ് ബാങ്ക് അടക്കം സൈനികമായി പൂർണ്ണമായും കീഴടക്കി അവിടെയുള്ള ആളുകളെ എക്സ്പെൽ ചെയ്ത് അവിടെ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കി വിശാല ഇസ്രായേൽ സ്ഥാപിക്കണമെന്ന് വാദിക്കുന്ന അതിതീവ്ര സയനിസ്റ്റുകളുടെ ഒരു വലിയ സംഘവും കൂടി ഇസ്രായേലിനകത്ത് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതുപോലെ ട്രംപിന് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ജെറുസലേം ഈസ് ദ എറ്റേണൽ ക്യാപിറ്റൽ ഓഫ് ഇസ്രായേൽ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ടെൽ അവീവിൽ നിന്ന് അമേരിക്കയുടെ എംബസി ജെറുസലേമിലേക്ക് മാറ്റി 2017 ട്രംപ്. അപ്പോൾ അമേരിക്കയിലുള്ള ജൂത ലോബിയുടെ താല്പര്യങ്ങളെക്കാൾ ശക്തമായി ഇസ്രായേലിൻ്റെ സയനിസ്റ്റ് താല്പര്യങ്ങളെ സംരക്ഷിച്ച ഒരാൾ കൂടിയാണ് ട്രംപ്. പക്ഷേ ഇന്നത്തെ നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരു പേരെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം എന്നതിനപ്പുറത്തേക്ക് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു സമാധാനം അവിടെ വേണം എന്ന് ആഗ്രഹിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ട്രംപിൻ്റെ വാക്കും പ്രവൃത്തിയും അസാധാരണമാണ്. അദ്ദേഹം ഏത് നിലപാട് എപ്പോഴെടുക്കുമെന്ന് പ്രവചിക്കാനും പറ്റാത്തതാണ്. അതുകൊണ്ട് അതേതായാലും അവിടെ നിൽക്കട്ടെ. പക്ഷേ ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ ആഭ്യന്തര രംഗത്ത് വന്നിട്ടുള്ള മാറ്റവും ഫലസ്തീനികളുടെ പ്രതിഷേധവും, ഇവിടെ ഒരു പ്രധാന ചോദ്യം ഹമാസ് ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഹമാസ് പരാജയപ്പെട്ടോ എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല. ഇവിടെ ഈ യുദ്ധത്തിൽ ആര് വിജയിച്ചു എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, അത് ഫലസ്തീനിയൻ ജനത വിജയിച്ചിരിക്കുന്നുവെന്നാണ്. ഇപ്പോൾ ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഇസ്രായേലിൻ്റെ തെരുവീതികളിലൊക്കെ ആയിരക്കണക്കിന് ആളുകൾ യുദ്ധവിരുദ്ധ പ്രകടനം നടത്തി. ഇലാൻ പാപ്പിയെ പോലെ, ലിസ തരാക്കിയെ പോലെ, അതുപോലെ ഡേവിഡ് ഷുൾമാനെ പോലെയൊക്കെയുള്ള അവിടുത്തെ അക്കാഡമീഷ്യൻസ് അതിശക്തമായി ഇസ്രായേൽ പോലീസിനെ വിമർശിച്ചുകൊണ്ട് വന്നു. അതുപോലെ ഇസ്രായേലി കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇസ്രായേൽ, ഈ അടിയന്തരമായ വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ നിങ്ങൾ ഗസയിലേക്ക് നോക്കിയാൽ ഈ പ്രതിരോധം, ഇസ്രായേൽ അവിടെ സൈനികമായ ആക്രമണം, അത് കരയുദ്ധം ആരംഭിച്ചത് ഒക്ടോബർ 27-നാണ്. ഒക്ടോബർ 7-നാണ് ഓപ്പറേഷൻ അലക്സ ഫ്ലഡ് ഉണ്ടാവുന്നത്. ഓപ്പറേഷൻ അലക്സ ഫ്ലഡ് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. 1200 ആളുകൾ കൊല ചെയ്യപ്പെട്ടു, 251 ആളുകളെ ബന്ദിയാക്കി പിടിച്ചു. അത് സ്വാഭാവികമായ ഒരു പ്രതിരോധമാണെങ്കിൽ കൂടി അത് സാധാരണ ജനങ്ങളെ, നൂറുകണക്കിന് സാധാരണ മനുഷ്യർ കൊല ചെയ്യപ്പെട്ട ഒരു സംഭവമാണ്. അതുണ്ടാകാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇസ്രായേൽ അതിൻ്റെ തുടർച്ചയായി, അത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. 2006 തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഹമാസ്
ഹമാസിനെ ഇസ്രായേൽ ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല. ആ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടമാണ് ഇന്ന് ഗസയിലുള്ളത്. 2006 തെരഞ്ഞെടുപ്പിൽ ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഭൂരിപക്ഷം കിട്ടി. അത് സജി മാർക്കോസ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ജനത ആ ജനതയ്ക്കുണ്ട്. 2006 അവിടെ അവസാനത്തെ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ ഫലസ്തീൻ അതോറിറ്റിയിൽ ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഭൂരിപക്ഷം കിട്ടിയത് ഹമാസിനാണ്. ഹമാസിനെ പക്ഷേ അധികാരത്തിലെത്താൻ കഴിഞ്ഞില്ല. 2007 അവർ ഗസയിൽ അധികാരത്തിൽ വന്നു. അതിനുശേഷം 2008 ഓപ്പറേഷൻ കാസ്റ്റ് ലീഡ് എന്ന് പറഞ്ഞ വലിയ സൈനിക ആക്രമണം ഇസ്രായേൽ നടത്തി. 2012 ഓപ്പറേഷൻ പില്ലർ ഓഫ് ഡിഫൻസ്, 2014 ഓപ്പറേഷൻ പ്രൊട്ടക്റ്റീവ് എഡ്ജ്, പിന്നീട് 2021 ആക്രമണം. ഇങ്ങനെ തുടർച്ചയായി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ് ഒക്ടോബർ 7 പോലും ഉണ്ടായത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ആത്യന്തികമായി ഫലസ്തീൻ ജനത വിജയം നേടുന്നു പറയുമ്പോൾ ഫലസ്തീൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിലേക്ക് ലോകം സഞ്ചരിക്കുമോ എന്ന് കൂടി നമ്മൾ ശുഭവിശ്വാസത്തോടെ ഉറ്റുനോക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു CP J വിൻസെൻ്റ്, ഒപ്പം ശ്രീ താജ് ആലുവ, MC നാസർ, ഒപ്പം ശ്രീ സജി മാർക്കോസ് ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിലപാടുകൾ പങ്കുവച്ചതിന്